മക്കളെ, അപ്പോൾ നമ്മൾ ആനുവൽ റിവിഷനിലെ ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം +2 കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററാണ് അമീൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇതിനു മുന്നേ നമ്മൾ ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ഒക്കെ പഠിച്ചു, എല്ലാ കാര്യങ്ങളും പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ നന്നായിട്ട് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളെ എത്തിച്ചു തന്നിരിക്കുന്നു. അതേപോലെ ഇന്ന് നമ്മൾ അമീൻസ് എന്ന ചാപ്റ്ററിന്റെ എല്ലാ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ വന്ന ചോദ്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും കൺസെപ്റ്റ് പഠിച്ചിരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടാൻ പറ്റും അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് പഠിക്കണം. സോ നോക്കിക്കേ, മുന്നത്തെ പാഠത്തിൽ നമുക്ക് 3 ആളുകളെ പഠിക്കാണ്ടായിരുന്നു അല്ലേ. എന്താണ്? ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോക്സിലിക് ആസിഡ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ അമീൻസ് മാത്രമാണ്. അമീൻസ് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കും. ഓക്കെ, അപ്പം നേരത്തെ പഠിച്ചതുപോലെ തന്നെ ആദ്യം നമ്മൾ അമീൻസുകളെ ഒന്ന് അറിയണം. എന്താണ് അമീൻസ് അല്ലേ? ഓക്കെ, അപ്പൊ അമീൻസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ ഈ അമീൻസിനെ പ്രിപ്പയർ ചെയ്യാം അല്ലേ. നമ്മളെല്ലാ ഓർഗാനിക് ചാപ്റ്ററും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ആദ്യം നമ്മൾ അവരെ പറ്റി ഒന്ന് പഠിക്കും, ദെൻ അവരുടെ പ്രിപ്പറേഷൻസ് പഠിക്കും, പിന്നെ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ നോക്കും അല്ലേ. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ്, ശേഷം അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അമീൻസ് എന്ന ചാപ്റ്റർ നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു. ഏകദേശം ഒരു 5 മുതൽ 10 വരെയുള്ള മാർക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അമീൻസിൽ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കിക്കേ. സ്ട്രക്ചർ ആൻഡ് നോമൻക്ലേച്ചർ. ആദ്യം നമുക്ക് അമീൻസിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഒരു ധാരണ വേണം. അമീൻസിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്. അമീൻസിനെ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അവിടെയും നെയ്മഡ് റിയാക്ഷൻസ് ഒക്കെ വരും. അതൊക്കെ വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈസിയാണ്. പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അവിടെ നമ്മൾ കുറച്ച് റിയാക്ഷനുകൾ പഠിക്കും അല്ലേ. അമീൻസിന്റെ കുറച്ച് റിയാക്ഷനുകൾ പഠിക്കും. ലാസ്റ്റ് നമുക്ക് ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, അരോമാറ്റിക് ഡയസോണിയം സോൾട്ട്. അവരുടെ പ്രിപ്പറേഷനും അവരുടെ കുറച്ച് റിയാക്ഷനും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ, പേടിക്കാനുള്ളതൊന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചാപ്റ്ററിൽ പഠിക്കേണ്ടതുള്ളൂ. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ ആണേ? ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, അപ്പൊ സമയം കളയുന്നില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം. നോക്കിക്കേ മക്കളെ, ആദ്യം നമ്മൾ അമീൻസിനെ പറ്റി ഒന്ന് അറിയണം അല്ലെ. എന്താണ് അമീൻസ്? എന്നൊക്കറിയാം. അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയ NH3 അല്ലെ. അമോണിയ എന്ന് പറഞ്ഞാൽ NH3. അപ്പൊ അമീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അമീൻസ്? ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതില് ഒരു ഹൈഡ്രജൻ അങ്ങ് പോകുന്നു, അതിലേക്ക് ഒരു R ഗ്രൂപ്പ് വരുന്നു. ദാറ്റ് മീൻസ് RNH2. ഇനി RNH2 മാത്രമാണോ അമീൻസ്? RNH2നെ മാത്രമാണോ നമ്മൾ അമീൻസ് എന്ന് വിളിക്കുന്നത്? അല്ല. നോക്കിക്കേ, ഇതിന് നമുക്ക് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് അമീൻസും കൂടെ പഠിച്ചങ്ങ് പോവാം അല്ലേ. സോ നോക്കിക്കേ, RNH2 എന്ന് പറഞ്ഞാൽ അമീൻസ് ആണ്. ഇനി നോക്കിക്കേ, 2 ഹൈഡ്രജനും ഇവിടുന്ന് പോകാലോ. 2 ഹൈഡ്രജനും പോകുന്നു. അപ്പൊ എന്ത് വരും? R2NH. ഇനി അവിടെ ബാക്കി ഒരു ഹൈഡ്രജൻ ഉണ്ട്, ആ ഹൈഡ്രജനും കൂടെ അങ്ങ് പോയാൽ R3, പിന്നെ അവിടെ ഹൈഡ്രജൻ ഒന്നുമില്ല, R3N. ഇനി നിങ്ങൾ ഇവരെ 3 പേരെ നോക്കിയാൽ ഇവര് 3 പേരും അമീൻസ് തന്നെയാണ്. ആദ്യം നമ്മൾ അമോണിയ മോളിക്യൂളിനെ കണ്ടു. അവിടെ നിന്നും ഒരു ഹൈഡ്രജന് പോകുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ, ദാറ്റ് മീൻസ് അമീൻസ് നമുക്ക് കിട്ടുന്നു. RNH2, അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. R മീൻസ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ അല്ലെ. അവിടെ ഒരു R ഗ്രൂപ്പേ ഉള്ളൂ. സോ നമ്മൾ ഇവരെ എന്ത് വിളിക്കും? നമ്മൾ വിളിക്കും ഇറ്റ് ഈസ് പ്രൈമറി അമീൻസ്. ഇതാണ് പ്രൈമറി അമീനുകൾ. അമീൻസിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രൈമറി അമീൻസ്. ഇനി നോക്കിക്കേ, R ഗ്രൂപ്പ്, 2 R ഗ്രൂപ്പ് വരുന്നു അല്ലേ. ഒരു ഹൈഡ്രജൻ കൂടെ പോകുന്നു, 2 R ഗ്രൂപ്പ് വരുന്നു. അതാണ് സെക്കൻഡറി അമീൻസ്. ഇനി നോക്കിക്കേ, സിമ്പിൾ, അവിടെ 3 R ഗ്രൂപ്പ് വന്നു. ടെർഷ്യറി അമീൻസ്. അത്രേ ഉള്ളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് അമീൻസ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഓക്കെ അല്ലേ? സെറ്റ് ആണ്. അപ്പൊ RNH2 എന്ന് കണ്ടാൽ അത് പ്രൈമറി അമീൻ ആണ്. R2NH ഫോമുലയിലാണെങ്കിൽ അത് സെക്കൻഡറി അമീൻ ആണ്. ഇനി R3N ഫോം ആണെങ്കിൽ അത് ടെർഷ്യറി അമീൻ ആണ്. ഓക്കെ അല്ലേ? ക്ലാസിഫിക്കേഷൻ അമീൻസ് എന്താണെന്ന് മനസ്സിലായി, അതിന്റെ ക്ലാസിഫിക്കേഷനും ക്ലിയർ ആയി മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി ഓർത്തു വെക്കേണ്ട കുറച്ച് പോയിന്റുകൾ കൂടെ പറഞ്ഞു തരാം. നമുക്കറിയാം അമീനുകളുടെ ഷേപ്പ് എന്താണ്.
മക്കളെ അമീനുകളുടെ ഷേപ്പ് എന്താണ്? എങ്ങനെയായിരിക്കുക? നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അമോണിയയുടെ ഷേപ്പ് ഒക്കെ നമുക്കറിയാം അല്ലേ? നമ്മൾ +1 കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതാ. അമോണിയയുടെ ഷേപ്പ് നമുക്കറിയാം. യെസ്, പിരമിഡൽ ഷേപ്പ് ആണ്. പിരമിഡൽ ഷേപ്പ്. ഇനി എന്താണ് അവരുടെ ഹൈബ്രിഡൈസേഷൻ? യെസ്, sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി അവരുടെ ആംഗിൾ ചോദിച്ചാൽ ഇറ്റ്സ് <109 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ സ്ട്രക്ചറിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അമീൻസിനെ പറ്റിയിട്ട് ഫസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ RNH2 എന്ന് കണ്ടാലും നിങ്ങൾ പറയും അതേത് അമീനാണ്, അതെന്ത് അമീനാണ്? ഇറ്റ്സ് പ്രൈമറി അമീനാണ്, കാരണം അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. ഇനി R2NH എന്ന് കണ്ടാൽ നിങ്ങൾ പറയും മിസ്സേ അത് സെക്കൻഡറി അമീനാണ്. എന്താണ്? അവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട് മിസ്സേ. യെസ്, കറക്റ്റ് ആണ്. ഇനി R3N വന്നാലോ? യെസ്, ഇറ്റ്സ് ടെർഷ്യറി അമീനാണ്. ഓക്കെ അല്ലേ? സെറ്റ് ആയില്ലേ? അപ്പോൾ നമുക്ക് സ്ട്രക്ചറിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണയായി അല്ലേ? ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കണേ. 2 ഹൈഡ്രജൻ വന്നാൽ അത് പ്രൈമറി അമീനാണ്. 1 ഹൈഡ്രജനെ ഉണ്ടെങ്കിൽ അത് സെക്കൻഡറി അമീനാണ്. ഇനി ഹൈഡ്രജൻ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും നോക്കണ്ട, അതെന്താണ്? ടെർഷ്യറി അമീനാണ്. ഇത് നോക്കിക്കേ നിങ്ങൾ, ഇതാ ഇങ്ങനെ വരും. R എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ CH3 ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു മീഥൈൽ ഗ്രൂപ്പ് എടുക്കാം. CH3NH2 പ്രൈമറി അമീൻ. ഇനി CH3 ഒരു ഹൈഡ്രജനും കൂടെ അവിടെ നിന്ന് പോയി. CH3NH താഴെ വേറൊരു CH3, അതായത് CH3 twice NH, അതെന്താണ്? സെക്കൻഡറി അമീനാണ്. ഇത് നൈട്രജന്റെ 3 വശത്തും ആൽക്കൈൽ ഗ്രൂപ്പാണ്. R ഗ്രൂപ്പ് ആണെങ്കിൽ ടെർഷ്യറി അമീനാണ്. സെറ്റ് അല്ലേ? ഓക്കെ ആണ്. സോ സ്ട്രക്ചർ നമുക്ക് ഏകദേശം നമുക്ക് നല്ലോണം മനസ്സിലായി. ദെൻ നോമൻക്ലേച്ചർ. ഒറ്റ സ്ലൈഡിൽ നമുക്ക് നോമൻക്ലേച്ചർ എല്ലാം പഠിക്കാം. ഒരൊറ്റ സ്ലൈഡിന്റെ ആവശ്യമുള്ളൂ. നോക്കിക്കേ, ഫസ്റ്റ് വൺ CH3NH2 നമ്മളിപ്പോൾ കണ്ട ആളാണ് നമ്മുടെ പ്രൈമറി അമീൻ. അവരുടെ കോമൺ നെയിം എന്താണ്? മീഥൈൽ അമീൻ അല്ലേ? മീഥൈൽ ഗ്രൂപ്പ്, CH3 ഗ്രൂപ്പ്, മീഥൈൽ അമീൻ. അവരുടെ IUPAC നെയിം നമ്മൾ എന്ത് വിളിക്കും? മെത്തനമീൻ എന്ന് പറഞ്ഞാൽ ആ മീഥേനിലെ ഈ അങ്ങ് മാറ്റുന്നു, നമ്മളത് ചേർത്തെടുന്നു, അത്രേ ഉള്ളൂ. മെത്തനമീൻ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, 2 പേര് വരുന്നു. CH3 CH2 NH2. സെയിം ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതേ ഉള്ളൂ അല്ലേ? CH3 CH2 NH2 നമ്മൾ എന്ത് വിളിക്കും? കോമൺ നെയിം ഈഥൈൽ അമീൻ. ഈഥൈൽ, 2 ആള് 2 കാർബൺ ആറ്റം, ഈഥൈൽ അമീൻ. എന്താണ് അവരുടെ IUPAC നെയിം? എത്തനമീൻ. ഈഥേനിലെ ആ ഈ അങ്ങ് മാറ്റുന്നു, നമ്മൾ ജസ്റ്റ് ചേർത്തെടുക്കുന്നു. സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, CH3 CH2 NH2 നിങ്ങൾക്ക് തന്നെ പറയാവുന്നേ ഉള്ളൂ, നോർമൽ പ്രൊപ്പൈൽ അമീൻ അല്ലേ? ഫസ്റ്റ് നോർമൽ പ്രൊപ്പൈൽ അമീൻ, ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ഇനി അവരുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ പ്രൊപ്പാൻ 1 അമീൻ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഒറ്റ സ്ലൈഡിൽ നമുക്ക് ഏകദേശം അമീൻസിന്റെ ഒക്കെ പേരിടാനുള്ളത് ക്ലിയർ ആക്കി കിട്ടുന്നു. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് ഈ ഭാഗങ്ങളിൽ നല്ല ചോദ്യം വരുന്നത് നിങ്ങൾക്ക് അറിയാം. എവിടുന്നാണ്? യെസ്, നമ്മുടെ പ്രിപ്പറേഷൻ തൊട്ടാണ് നമ്മുടെ ചാപ്റ്ററിന്റെ കുറച്ച് കട്ടിയുള്ള ഭാഗം കൊണ്ട് വരുന്നത്. കട്ടിയൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ നോമൻക്ലേച്ചർ നിങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുക. ഇനി നോക്കിക്കേ, നമ്മുടെ ഒരു ബെൻസീൻ റിംഗിൽ NH2 വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? അനിലീൻ എന്ന് വിളിക്കും അല്ലേ? അവിടേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടി വന്നിരിക്കുന്നു അല്ലേ? ആ അനിലീൻ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടി വന്നിരിക്കുന്നു, നമ്മൾ എന്ത് വിളിക്കും? അതായത് ഓർത്തോ പൊസിഷനിലാണ്. ഓർത്തോ പൊസിഷൻ, ഓർത്തോ മെറ്റാപാര, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഓർത്തോ പൊസിഷനിൽ ഓർത്തോ ടൊലുവിഡീൻ കിട്ടിയേ. ബെൻസീൻ റിംഗിൽ CH3 ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ ടൊളുവീൻ എന്ന് വിളിക്കും. അപ്പൊ എന്താണ്? ഓർത്തോ ടൊളുവിഡീൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ, പ്രിപ്പറേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിസ് ആൽഡിഹൈഡ് കീറ്റോൺസ്, ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ പഠിച്ചപ്പോഴും നമ്മൾ 5 ഇമ്പോർട്ടൻ്റ് നെയിംഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടല്ലോ. ഇവിടെയും നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെ നമ്മൾ പഠിച്ചൊരു കാര്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ആൽഡിഹൈഡ്സ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കിക്കേ. യെസ്, മിസ് പഠിപ്പിച്ചതാണ് ആൽഡിഹൈഡ്. പഠിച്ചപ്പോൾ അവിടെ 5 പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഉണ്ടായിരുന്നു. മക്കളെ ഇവിടെ പഠിക്കുമ്പോഴും അമീൻസിന്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് 6 എണ്ണം വരുന്നുണ്ട്. ഓർത്തേ, 6 എണ്ണം വരുന്നുണ്ട്. ആൽഡിഹൈഡ് തൊട്ട് മുന്നേ ഉള്ള ചാപ്റ്റർ, അവിടെ 5 പ്രിപ്പറേഷൻ ആയിരുന്നു ആൽഡിഹൈഡിനുള്ളത്. ഇവിടെ വന്നപ്പോഴത്തേക്കും അടുത്ത പാഠമുള്ള അമീനിൽ വന്നപ്പോഴേക്കും നമുക്ക് 6 പ്രിപ്പറേഷൻ മെത്തേഡ്സ് അമീനിൽ വരുന്നുണ്ട്. സെറ്റാണേ? ഓക്കെ ആണേ? ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അവിടെയും ആൽഡിഹൈഡിലും നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? റിഡക്ഷൻ അല്ലേ?
റിഡക്ഷൻ അല്ലേ? റിഡക്ഷൻ മീൻസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. ഇവിടെയും നമുക്ക് ആദ്യം പ്രിപ്പറേഷൻ മെത്തേഡ് എന്താണ്? ഇവിടെയും റിഡക്ഷൻ ആണ്. എന്തിന്റെ റിഡക്ഷൻ? റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്. നൈട്രോ കോമ്പൗണ്ട്സിന്റെ റിഡക്ഷൻ. സെക്കൻഡ് മെത്തേഡും റിഡക്ഷൻ തന്നെ. ആരുടെ? നൈട്രൈൽസ്. നൈട്രൈൽസിന്റെ നമ്മൾ അവിടെയും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അവിടെ ഒരു നെയ്മഡ് റിയാക്ഷൻ ആയിരുന്നു. ഇവിടെ നോക്കിക്കേ, റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് അമൈഡ്സ്. റിഡക്ഷൻ ഓഫ് അമൈഡ്സ് ഇവരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നൈട്രോ കോമ്പൗണ്ട്സ് NO2, നൈട്രൈൽ CN വരുന്നവര്, അമൈഡ്സ് CONH2. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് ആരാണ്? നമ്മുടെ RX അല്ലേ, ജനറൽ ഫോർമുല RX. അവരുടെ അമോണോളിസിസ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് എന്താണ്? നമ്മൾക്ക് ഒരു പേരുള്ള ആൾക്കാർ, വളരെ ഗംഭീരമായിട്ടുള്ള 2 പേരുള്ള ആൾക്കാർ നമുക്ക് വന്നിരിക്കുകയാണ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ആൻഡ് ഹോഫ്മാൻ ബ്രോമമൈഡ് സിന്തസിസ്. അപ്പൊ ഈ പറയുന്ന 6 പ്രിപ്പറേഷൻ മെത്തേഡ്സും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ആദ്യം നിങ്ങൾ ഈ പേരുകൾ സെറ്റാക്കി വെക്കുക. ഇനി റിയാക്ഷൻ എഴുതാൻ ഒരു പാടുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഈ ഒരു ഹെഡിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ റിയാക്ഷനുകൾ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ എഴുതിയാൽ തന്നെ മാർക്ക് വീഴും. ആ റിയാക്ഷൻ നിങ്ങൾ വേർഡ്സിൽ എഴുതി വെക്കണം. ബട്ട് റിയാക്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വേർഡ്സിലോട്ട് ആക്കാവുന്നേ ഉള്ളൂ അല്ലേ? നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ചാപ്റ്ററിന്റെ എന്ത് റിയാക്ഷൻ ആയിക്കോട്ടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താണ് അവിടുത്തെ പ്രോഡക്റ്റ്, എന്താണ് അവിടുത്തെ റിയാക്റ്റന്റ്, ആരാണ് അവിടെ നമ്മൾ ആ റിയാക്ഷൻ നടക്കാൻ വേണ്ടി എടുക്കുന്ന ആളുകൾ, നമ്മുടെ റിയേജന്റുകൾ. ഇത് നമ്മൾ പഠിക്കണം. ഈ പ്രിപ്പറേഷനിലെ പ്രത്യേകത എന്താണ്? അവിടെ പ്രൊഡക്റ്റ് എന്തായാലും നമുക്ക് കിട്ടേണ്ടത് അമീൻസ് ആണ്. നമ്മൾ അമീൻസിനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ പ്രോഡക്റ്റ് അവിടെ ഫിക്സ്ഡ് ആണ്, അമീൻസ് നമ്മൾക്ക് കിട്ടണം. ഇനി നമ്മൾ എന്താണ് എടുക്കുന്നത്? സോ ആ ഹെഡിങ്ങുകൾ മനസ്സിലാക്കിയാൽ എന്താണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്? നമ്മൾ ഒരു നൈട്രോ കോമ്പൗണ്ടിനെ എടുക്കുന്നു. റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്, നമ്മൾ എടുക്കുന്നത് ആരെയാണ്? നൈട്രൈലുകളെ എടുക്കുന്നു. റിഡക്ഷൻ ഓഫ് അമൈഡ്സ്, അമൈഡുകളെ റെഡ്യൂസ് ചെയ്യുന്നു മീൻസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു നെയിമിങ്സ്, ചെറിയൊരു ഹെഡിങ്സ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. യെസ്, പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് പോവാം. അതിന് മുന്നേ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു 6 പ്രിപ്പറേഷൻ മെത്തേഡ്സ്? റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്, റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്, റിഡക്ഷൻ ഓഫ് അമൈഡ്സ്, then ammonolysis of alkyl halide, Gabriel thalamide synthesis, and last one Hofmann bromamide degradation reaction. സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് പോവാം. യെസ്, ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്. നൈട്രോ കോമ്പൗണ്ട്സിന്റെ റിഡക്ഷൻ. ഓക്കെ, നൈട്രോ കോമ്പൗണ്ടുകളെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ വേണം? ഒരു റിഡക്ഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾക്ക് ആരെ വേണം? നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ ഓർഗാനിക് റിയാക്ഷനിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റിഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് റെഡ്യൂസിങ് ഏജന്റുകൾ വേണമല്ലോ. ആരൊക്കെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്നത്? ആരെയൊക്കെയാണ്? നമുക്കറിയാം, നിക്കൽ, പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം നമ്മുടെ റെഡ്യൂസിങ് ഏജന്റുകളാണ്. അല്ലെങ്കിൽ ലിഥിയം, അലൂമിനിയം ഹൈഡ്രൈഡ് LiAlH4 റെഡ്യൂസിങ് ഏജന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ Sn + HCl, ഇയാളെ നിങ്ങൾക്ക് വളരെ വളരെ പരിചയമുള്ള ആളാണ്. എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? യെസ്, നമ്മുടെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച സ്റ്റീഫൻസ് റിഡക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? Sn + HCl സെറ്റല്ലേ? അവിടെ SnCl2 പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് Fe + HCl. ഇവരെല്ലാം എന്താണ്? ഇവരെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റെഡ്യൂസിങ് ഏജന്റുകളാണ്. സോ ഒരു റിഡക്ഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ ആര് വേണം? അവിടെ റെഡ്യൂസിങ് ഏജന്റുകൾ വേണം. ഇനി നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് നൈട്രോ കോമ്പൗണ്ടുകളെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ നൈട്രോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? RnO2 ഗ്രൂപ്പ് അല്ലെ? RnO2 ഗ്രൂപ്പ്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ RnO2 + ഹൈഡ്രജൻ. ആരുടെ പ്രസൻസിലാണ് ഇവിടെ ചെയ്യുന്നതെന്ന് അറിയോ? പലേഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് എത്തനോൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. നമുക്ക് ആരെ കിട്ടുന്നു? RnH2. മക്കളെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് RnO2, അതിലേക്ക് റിഡക്ഷൻ ആണ്, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ? പലേഡിയം അല്ലെങ്കിൽ എത്തനോളിന്റെ പ്രസൻസിൽ. എന്താ സംഭവിക്കുന്നത് അവിടെ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ ആൻഡ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോഴേ മനസ്സിലാവും, NO2 നിന്നും ആ ഓക്സിജൻ അവിടെ നിന്ന് പോകുന്നു, പകരം ആര് വരുന്നു?
ഹൈഡ്രജൻ വരുന്നു. സേ നമുക്ക് എന്ത് കിട്ടും? ആ ഓക്സിജൻ അവിടെ പോയി, ഹൈഡ്രജൻ അവിടെ വന്നു. ആരാണ്? RnH2. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ആരാണ് എന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ റിയാക്ഷൻ എഴുതിക്കൂടെ? സിമ്പിളാണ്, അത്രേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻ മാത്രമേ അമീൻസിലുള്ളൂ. അപ്പൊ ഫസ്റ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്. എന്താണ് നൈട്രോ കോമ്പൗണ്ട്സ്? RnO2 ഗ്രൂപ്പ്. അതിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. എന്തിന്റെ പ്രസൻസിൽ? യെസ്, റെഡ്യൂസിങ് ഏജന്റ്സ്. എന്താണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്? പല്ലേഡിയം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് ചെയ്യുന്നു. നമുക്ക് ആരെ കിട്ടുന്നു? റിഡക്ഷൻ ആണ്. ഓക്സിജൻ പോകുന്നു, ഹൈഡ്രജൻ വരുന്നു. നമുക്ക് കിട്ടുന്നു ആരെ? യെസ്, RnH2. RnH2 എന്ന് പറഞ്ഞാൽ എന്ത് അമീനാണ്? ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കണ്ടതാ. യെസ്, പ്രൈമറി അമീൻ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നിന്നെ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ നോക്കിക്കേ. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്. Nitro compounds when reduced by passing hydrogen gas in the presence of finely divided nickel, palladium or platinum or by reduction with metals in acidic medium, we get amines. നൈട്രോ കോമ്പൗണ്ടുകളെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? ഒന്നുകിൽ നമ്മൾ നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, അല്ലെങ്കിൽ മെറ്റൽസ് ഇൻ അസിഡിക് മീഡിയം. അതാണ് നമ്മൾ Fe+HCl, Sn+HCl എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നു. നമുക്ക് ആരെ കിട്ടുന്നു? അമീൻസ് കിട്ടുന്നു. ഇനി നൈട്രോബെൻസീൻ when reduced using H2 in presence of nickel, palladium or platinum or by using iron or tin, we get അനിലീൻ. നമുക്ക് എന്തിനെ കിട്ടുന്നു? അനിലീൻ കിട്ടുന്നു. ഇതേ നൈട്രോ കോമ്പൗണ്ടുകളെ നമ്മൾ എന്താണ് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയൺ ഇൻ HClന്റെ പ്രസൻസിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടുന്നു? അനിലീനെ കിട്ടുന്നു. അത് ഇത്രയേ ഉള്ളൂ. NO2 നമ്മൾ നിക്കൽ അല്ലെങ്കിൽ പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം ഓർ ബൈ യൂസിങ് അയൺ ഓർ ടിൻ ഇൻ HCl. നമുക്ക് ആരെ കിട്ടുന്നു? അനിലീൻ. അതായത് മേളിലുള്ള NO2 ഗ്രൂപ്പിന് അവിടെ ചേഞ്ച് വരുന്നല്ലേ. നമുക്ക് ഇവിടെ ആര് വരും? NH2, അനിലീൻ കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പൊ ഫസ്റ്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായില്ലേ? ഒറ്റയടിക്ക് നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രിപ്പറേഷൻ എന്തായിരുന്നു? നമ്മുടെ രണ്ടാമത്തെ ഹെഡിങ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്. ഓക്കെ, ഇനി അതിൽ നേരത്തെ പഠിച്ചതിൽ ഒരു കാര്യം, ഒരു പോയിന്റും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച റിയാക്ഷൻ, മിസ് നേരത്തെ തൊട്ട് മുന്നേ ഉള്ള സ്ലൈഡിൽ എഴുതിയ റിയാക്ഷൻ ആണ്. NO2 ഗ്രൂപ്പിൽ നമ്മൾ H2 ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് എത്തനോൾ ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനിലീൻ നമുക്ക് കിട്ടുന്നു. ഇനി ഇവിടെ നോക്കിക്കേ, നൈട്രോ ഗ്രൂപ്പിനെ നമ്മൾ എന്താണ്? ഒരു മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്, ഇവിടെ അയൺ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അനിലീൻ കിട്ടുന്നു. ഇനി ഇവർ പറയുന്നു നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് Fe+HCl ആണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ അയൺ ഇൻ പ്രസൻസ് ഓഫ് HCl പ്രിഫർ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ, ഇവർ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ HCl പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് HCl നമുക്ക് ആ റിയാക്ഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിയാക്ഷനുകൾ നടക്കുമ്പോൾ ഇനിഷ്യലി നമുക്ക് കുറച്ച് റിയാക്ടന്റ് മാത്രമേ മതിയെങ്കിൽ അതല്ലേ പ്രിഫർ ചെയ്യുള്ളൂ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, റിഡക്ഷൻ വിത്ത് അയൺ ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് പ്രിഫേർഡ് മോർ. ഈ റിയാക്ഷനിൽ മോർ പ്രിഫർ ചെയ്യുന്നത് ഇവരെയാണ്. ബിക്കോസ് the byproduct FeCl2 formed get hydrolyzed to release hydrochloric acid. അതായത് FeCl2 ഫോം ചെയ്തിട്ട് അവിടെ കുറേ എന്താണ് HCl ആസിഡ് അവിടെ റിലീസ് ആവുന്നു during the reaction. Thus only a small amount of HCl is required to initiate the reaction. റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വളരെ കുറച്ച് എമൗണ്ട് HClന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തിനെയാണ് ചൂസ് ചെയ്യുന്നത്? എന്തിനെയാണ് പ്രിഫർ ചെയ്യുന്നത്? യെസ്, നമ്മൾ പ്രിഫർ ചെയ്യുന്നത് Fe+HCl-നെയാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് പോകാം. യെസ്, റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്. നൈട്രൈൽസിന്റെ റിഡക്ഷൻ. എന്താണ് നൈട്രൈൽസ്? CN അല്ലേ? RCN ഗ്രൂപ്പ്. RCN ഗ്രൂപ്പിനെ നമ്മൾ ആരാക്കുന്നു? അമീൻസ് ആക്കുന്നു. ഇവിടെയും റിഡക്ഷൻ ആണ്. സോ റിഡക്ഷൻ ആണെങ്കിൽ എന്താണ്? അഡിഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കുന്നു. ഇനി എന്തിന്റെ പ്രസൻസിൽ? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, LiAlH4 പ്രസൻസിൽ. സോ നോക്കിക്കേ RCN, അതിനെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് അല്ലേ? റിഡക്ഷൻ നടത്തുന്നു. എന്തിന്റെ പ്രസൻസിൽ? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നേരത്തെ പോലെ എന്താണ് FeHCl അല്ലെങ്കിൽ SnHCl ഒക്കെ പ്രസൻസിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് എന്താണ്? ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ആവുന്നു. സോ ഇവിടെയും ഹൈഡ്രജൻ വരുന്നു, ഇവിടെയും ഹൈഡ്രജൻ വരുന്നു. ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് കിട്ടും RCH2NH2 നമുക്ക് കിട്ടും. നോക്കിക്കേ, നൈട്രൈൽസ്
on reduction with lithium aluminum hydride, that is LiAlH4, or catalytic hydrogenation to give primary amines. നമുക്ക് ആരെ കിട്ടുന്നു? പ്രൈമറി അമീൻസിനെ കിട്ടുന്നു. ഇനി ഈ സീരീസിന്റെ അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷന്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ മിസ് എഴുതിയ ആ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, the reaction is used for ascending in amine series for preparation of amines containing one carbon atom more than the starting compound. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് RCN ആണ്. സേ ഇപ്പോൾ CH3CN ആണെന്ന് ഇരിക്കട്ടെ. RCN എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. മീൻസ് CH3CN തന്നെ എഴുതരാം. നോക്കിക്കേ, CH3CN ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട്. നമ്മൾ LiAlH4 വെച്ചിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ഇതിലേക്ക് ഹൈഡ്രജൻ കയറി, ഇതിലേക്ക് ഹൈഡ്രജൻ കയറി. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH2 NH2. മക്കളെ നോക്കിക്കേ, ഇവിടെ 2 കാർബൺ ആറ്റേ ഉള്ളൂ. അവിടെ നമുക്ക് എന്താണ്? ഇവിടെ ഒരു കാർബൺ ആറ്റേ ഉള്ളൂ. അവിടെ വന്നപ്പോൾ നമുക്ക് എന്താണ്? കാർബൺ ആറ്റത്തിന്റെ ഇത് കൂടുന്നു, എണ്ണം കൂടുന്നു. അതാണ് പറഞ്ഞത് ഫോർ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് കണ്ടെയ്നിങ് 1 കാർബൺ ആറ്റം മോർ ദാൻ ദ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട്. സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ടിനേക്കാൾ നമുക്ക് ഒരു കാർബൺ ആറ്റം കൂടുതലുള്ള അമീൻസ് ആണ് അവിടെ കിട്ടുന്നത്. സെറ്റായില്ലേ? സോ രണ്ടാമത്തെ പ്രിപ്പറേഷൻ, അമീൻസിന്റെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ ഓക്കെ അല്ലേ? റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. സിമ്പിൾ ആണ്. ഹൈഡ്രജനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് കൊടുക്കുന്നു. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ്സിലേക്ക് പോവാം. റിഡക്ഷൻ ഓഫ് അമൈഡ്സ്. നമ്മൾ അമൈഡുകളെ റെഡ്യൂസ് ചെയ്യുന്നു. നോക്കിക്കേ, acid amides on reduction with lithium aluminum hydride gives amines. ആസിഡ് അമൈഡുകളെ നമ്മൾ LiAlH4 നമ്മൾ ഈ 3 റിയാക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് ആരെ കിട്ടുന്നു? യെസ്, നമുക്ക് പ്രൈമറി അമീൻസിനെ കിട്ടുന്നു. സോ റിഡക്ഷൻ ഓഫ് അമൈഡ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കണം. നോക്കിക്കേ, CH3 CH2 CONH2. നമ്മൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്ത് LiAlH4 യൂസ് ചെയ്ത് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. എന്താണ്? റിഡക്ഷൻ പ്രോസസ്സാണ്. റിഡക്ഷൻ പ്രോസസ് ആണെങ്കിൽ ആര് പോകും? ഓക്സിജൻ പോകുന്നു, അവിടേക്ക് ഹൈഡ്രജൻ വരുന്നു. സോ നമുക്ക് തന്നെ റിയാക്ഷൻ എഴുതാവുന്നേ ഉള്ളൂ. CH3 CH2 CH2 NH2 അല്ലേ? നമുക്ക് അമീൻസിനെ കിട്ടുന്നു. സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചാൽ സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. റിഡക്ഷൻ ആണ്. അപ്പോൾ എന്താണ്? ഹൈഡ്രജൻ ആഡ് ആകുന്നു, ഓക്സിജൻ പോകുന്നു. സിമ്പിൾ. സോ നെക്സ്റ്റ് റിയാക്ഷൻ നോക്കിക്കേ. യെസ്, അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. ഫസ്റ്റ് മിസ് ആ റിയാക്ഷൻ എന്ന് പറയാം. ഇവിടെ അമോണോളിസിസ് ആണ്. അമോണോളിസിസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ആഡ് ആകുന്നു? അവിടെ അമോണിയയിലോട്ട് ആൽക്കൈൽ ഹാലൈഡിനെ ആഡ് ചെയ്യുന്നു. സേ NH3യിലേക്ക് ആൽക്കൈൽ ഹാലൈഡ് RX അല്ലേ? ആൽക്കൈൽ ഹാലൈഡിനെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? NH3യിലേക്ക് ഞാൻ ആൽക്കൈൽ ഹാലൈഡിനെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും ഈ എടുക്കുന്ന ഹാലജൻ ഏതെങ്കിലും ആയിക്കോട്ടെ, ആ ഹാലജനും കൂടെ അങ്ങ് പോകും. അതായത് HX അവിടുന്ന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകും. ബാക്കി അവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു Rഉം NH2 അല്ലേ? സോ നമുക്ക് ആരെ കിട്ടി? പ്രൈമറി അമീൻ കിട്ടി പ്ലസ് HX കിട്ടി. ഓക്കെ ആണേ? ഇനി ഈ കിട്ടുന്ന പ്രൈമറി അമീനും നമ്മുടെ ആൽക്കൈൽ ഹാലൈഡും വീണ്ടും റിയാക്ട് ചെയ്യുന്നു. RNH2 പ്ലസ് RX. വീണ്ടും അവർ റിയാക്ട് ചെയ്യുന്നു. ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ എക്സും കൂടെ പോകുന്നു. അപ്പോൾ എന്താണ്? HX പുറത്തേക്ക് പോകുന്നു. ബാക്കി എന്താ അവിടെ ഉള്ളത്? 2 R ആയി അല്ലേ? R2NH പ്ലസ് HX. ഇനി അവിടെ ഉണ്ടാവുന്ന ഇതാരാണ്? സെക്കൻഡറി അമീൻ അല്ലേ? ഈ സെക്കൻഡറി അമീനും ദാറ്റ് ഈസ് R2NHും നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് RXും വീണ്ടും കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ എക്സും കൂടെ പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് HX ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. ബാക്കി അവിടെ എന്താ ഉള്ളത്? R3 അല്ലേ? R3. അവിടെ പിന്നെ ഹൈഡ്രജൻ ഉണ്ടോ? പിന്നെ അവിടെ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഉണ്ടാവുന്നത് ടെർഷ്യറി അമീനാണ്. ഈ ടെർഷ്യറി അമീനും ഈ കിട്ടുന്ന ടെർഷ്യറി അമീനും നമ്മുടെ RXും വീണ്ടും കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? R4N പ്ലസ് X മൈനസ്. ഇതിനെയാണ് നമ്മൾ ക്വാട്ടർണറി അമോണിയം സോൾട്ട് എന്ന് വിളിക്കുന്നത്. എന്താണ്? ക്വാട്ടർണറി അമോണിയം സോൾട്ട്.
ഇനി ഇതിൻ്റെ ഈ ഒരു ബ്രേക്ക് ചെയ്ത് ഈ അമോണോളിസിസ് പ്രോസസ്സിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൽക്കലീസ് യൂസ് ചെയ്താൽ മതി. ഇതാണ് അമോണോളിസിസ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആരെ കിട്ടും? നമ്മുടെ പ്രൈമറി അമീൻ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കേ. ആൽക്കൈൽ ഹാലൈഡ് when treated with alcoholic solution of ammonia. Alkyl halide means നമ്മുടെ RX. അവരെ നമുക്ക് അമോണിയ ആയിട്ട് at 373 കെൽവിനിൽ നമ്മൾ ട്രീറ്റ് ചെയ്യിക്കുന്നു. അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ടു ഗിവ് എ മിക്സ്ചർ ഓഫ് ആരൊക്കെ കിട്ടി നമുക്ക്? യെസ്, നമുക്ക് പ്രൈമറി അമീൻ കിട്ടി, സെക്കൻഡറി അമീൻ കിട്ടി, ടെർഷറി അമീൻ കിട്ടി, ആൻഡ് ലാസ്റ്റ് നമുക്കൊരു സോൾട്ട് കിട്ടി. ഏതായിരുന്നു? ക്വാട്ടർണറി അമോണിയം സോൾട്ട് നമുക്ക് കിട്ടി അല്ലേ? Primary, secondary and tertiary amines and quaternary ammonium salt are 4N plus X minus. This process of cleavage of CX bond by ammonia. ഈ ഒരു ബോണ്ട് ക്ലീവേജ്, അമോണിയ ചെയ്യുന്ന ഈ ഒരു ബോണ്ട് ക്ലീവേജ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അമോണോളിസിസ്, അല്ലെങ്കിൽ ഇതിനെ ഹോഫ്മാൻ അമോണോളിസിസ് എന്നൊരു പേരുമുണ്ട്. ഹോഫ്മാൻ അമോണോളിസിസ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ആ ഒരു മെത്തേഡ് നമുക്ക് പ്രൈമറി അമീൻസ് വെച്ച് തന്നെ, പ്രൈമറി അമീൻ തന്നെ നമുക്ക് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആൽക്കലി സൊല്യൂഷൻ യൂസ് ചെയ്താൽ മതി. സെറ്റ് അല്ലേ? സോ 4 പ്രിപ്പറേഷൻ ഓക്കെ ആയില്ലേ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് 4 പ്രിപ്പറേഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു നെയ്മഡ് റിയാക്ഷൻ ആണ്. നിങ്ങൾക്ക് എന്തായാലും എക്സാമിൽ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ചോദ്യ പേപ്പർ എടുത്ത് നോക്കിക്കോ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണും. കാരണം നെയ്മഡ് റിയാക്ഷനൊക്കെ അതേപടി ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. ആ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ അവരിടയ്ക്ക് പ്രൊഡക്റ്റുകൾ എയും ബിയും ഒക്കെ തന്നിട്ട് ഐഡന്റിഫൈ ദ എ ആൻഡ് ബി അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ എക്സ് ആൻഡ് വൈ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ മാർക്ക് വീഴാവുന്നേ ഉള്ളൂ. കാരണം അവിടെ പ്രൊഡക്റ്റ് പ്രഡിക്ഷനോ ഒന്നുമല്ല, നെയ്മഡ് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നു ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. എന്താണ്? അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നു ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചതിനേക്കാൾ കുറച്ചൊരു പേരുള്ള ഒരാളെ പറ്റി പഠിക്കാൻ പോവാണ്. സോ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് വഴി നമ്മൾ അമീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. സോ താലിമൈഡ് എന്താണ്? ഈ താലിമൈഡ് മക്കളെ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബെൻസീൻ റിംഗ് വരയ്ക്കുന്നു, ഒരു ബെൻസീൻ റിംഗ് വരയ്ക്കുന്നു. അതിൽ ഇവിടെ ഒരു CO ഗ്രൂപ്പ്, അവിടെ ഇതേ താഴെ അതേപോലെ ഒരു CO ഗ്രൂപ്പ്. ഈ 2 CO ഗ്രൂപ്പും കണക്ട് ചെയ്ത് ഒരു NH2 ഗ്രൂപ്പ്. ഇതാണ് NH ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ താലിമൈഡ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? എത്തനോളിക് സൊല്യൂഷൻ ഓഫ് KOH നമ്മൾ ആഡ് ചെയ്യുന്നു. എത്തനോളിക് സൊല്യൂഷൻ ഓഫ് KOH ആഡ് ചെയ്യുന്നു. അപ്പോഴെന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇവിടെ നിന്നും ഈ ഹൈഡ്രജൻ അങ്ങ് പോയിട്ട് ആ പൊട്ടാസ്യം സോൾട്ട് ഇതിലേക്ക് വരും. സോ നമ്മുടെ കോമ്പൗണ്ട് എങ്ങനെ കിട്ടും? നമ്മുടെ കോമ്പൗണ്ട് ഇവിടെ CO, അതിനൊരു മാറ്റവും ഇല്ല. ഇവിടെയും CO, ഇവിടെ H പോയിട്ട് അവിടെ പൊട്ടാസ്യം സോൾട്ട് കയറി വരുന്നു. ആ സോൾട്ടിലേക്ക് ഫർദർ ആയിട്ട് നമ്മൾ ആൽക്കൈൽ ഹാലൈഡിനെ ആഡ് ചെയ്യുന്നു. ഇനി ആൽക്കൈൽ ഹാലൈഡിനെ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ K അങ്ങ് പോയിട്ട് ആ ആൽക്കൈൽ ഗ്രൂപ്പ് അതിലേക്ക് കയറി വരുന്നു അല്ലേ? ഈ K പോയിട്ട് ഓക്കെ, ഈ K പോയിട്ട് ഇവിടെ CO, ഇവിടെ CO, ഇവിടെ ആ K പോയിട്ട് R ഗ്രൂപ്പ് കയറി വരുന്നു. അതിനെ ഫോളോ ചെയ്ത് നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുക്കും അറിയാമോ? NaOH. NaOH നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും അറിയോ നിങ്ങൾക്ക്? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ONA 2 സൈഡിലേക്കും കയറും. അതായത് ആ റിയാക്ഷൻ ഒന്ന് നോക്കിക്കോളുക. നോക്കിക്കേ, ആദ്യം നമ്മൾ എടുക്കുന്നു നമ്മുടെ താലിമൈഡ്. താലിമൈഡിനെ അറിയാമല്ലോ നിങ്ങൾ? ബെൻസീൻ റിംഗിൽ മുകളിലൊരു CO ഗ്രൂപ്പ് വരുന്നു, താഴെയും അതേപോലെ ഒരു CO ഗ്രൂപ്പ് കണക്ട് ചെയ്ത് NH ഗ്രൂപ്പ്. അതിലേക്ക് നമ്മൾ KOHനെ ആഡ് ചെയ്യുന്നു. KOHനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടാസ്യം സോൾട്ട് ഓഫ് താലിമൈഡ് കിട്ടുന്നു. അതായത് ആ ഹൈഡ്രജൻ ആ H അങ്ങ് പോയിട്ട് അവിടെ പൊട്ടാസ്യം സോൾട്ട് കയറി വരുന്നു. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? നമ്മൾ അതിലേക്ക് ആൽക്കൈൽ ഹാലൈഡിനെ ആഡ് ചെയ്യുന്നു. ആൽക്കൈൽ ഹാലൈഡിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടേക്ക് R കയറി വരുന്നു. ദാറ്റ് ഈസ് N ആൽക്കൈൽ താലിമൈഡ് നമുക്ക് കിട്ടുന്നു. അതിലേക്ക് നമ്മൾ NaOH അക്വസ് സൊല്യൂഷനെ ആഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഈ CO ബോണ്ട്, ഇവിടുത്തെയുള്ള ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുകയും അവിടേക്ക് ONA തിരിഞ്ഞങ്ങ് കയറുന്നു. ONA 2 സൈഡിലേക്കും കയറുന്നു. നമുക്ക് ആരെ കിട്ടുന്നു? നമ്മുടെ പ്രൊഡക്റ്റ് പ്രൈമറി അമീൻ RNH2 നമുക്ക് കിട്ടുന്നു. സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ താലിമൈഡിനെ എടുക്കുന്നു. താലിമൈഡിലേക്ക് നമ്മൾ നമ്മുടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് പൊട്ടാസ്യം സോൾട്ട് ഓഫ് താലിമൈഡ് കിട്ടും. അതിലേക്ക് നമ്മൾ ആൽക്കൈൽ ഹാലൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ആരെ കിട്ടുന്നു? N ആൽക്കൈൽ താലിമൈഡിനെ കിട്ടുന്നു. അതിലേക്ക് നമ്മൾ NaOH ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമറി അമീനെ കിട്ടുന്നു. ഇനി നിങ്ങൾ ആ സെന്റൻസ് നോക്കിക്കേ.
sentence. This method is used for the preparation of aliphatic primary amines only. ഈ ഗബ്രിയൽ താലമൈഡ് സിന്തസിസ് വഴി നമ്മൾ എന്തിനെ മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ? ആലിഫാറ്റിക് പ്രൈമറി അമീൻസിനെ മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എടുത്തു വേണമെങ്കിൽ ചോദിക്കാം, ആലിഫാറ്റിക് പ്രൈമറി അമീൻസിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് ഏതാണ്? ഇറ്റ് ഈസ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. സെറ്റ് അല്ലേ? ആലിഫാറ്റിക് പ്രൈമറി അമീൻസിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് ഏത് എന്ന് എടുത്തു ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? അത് മിസ്സേ, അത് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡ് അല്ലേ, അതിന് പകരം അറൈൽ ഹാലൈഡിനെ നമുക്ക് ആഡ് ചെയ്താൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പാടാണ്. ഓക്കെ, സോ നമ്മൾ അതിനെ മാത്രമേ യൂസ് ചെയ്തുള്ളൂ, ആൽക്കൈൽ ഹാലൈഡിനെ അവിടെ യൂസ് ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആലിഫാറ്റിക് പ്രൈമറി അമീൻസിനെ മാത്രമേ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് വഴി കിട്ടുള്ളൂ. ഇനി നോക്കിക്കേ, ടാലിമൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് ethanolic solution of potassium hydroxide to form potassium salt of thalamide, which on heating with alkyl halide followed by the alkaline hydrolysis produce the corresponding primary amine. അതായത് ടാലിമൈഡിനെ നമ്മൾ ആദ്യം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അപ്പം നമുക്കൊരു പൊട്ടാസ്യം സോൾട്ട് ഓഫ് ടാലിമൈഡ് കിട്ടും. അതിനെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അത് ഫോളോ ചെയ്ത് നമ്മൾ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കറസ്പോണ്ടിങ് പ്രൈമറി അമീനെ കിട്ടുന്നു. സെറ്റല്ലേ? ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ക്ലിയർ ആയി മനസ്സിലായോ? നിങ്ങൾക്ക് ആ റിയാക്ഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. കാരണം എയും ബി ഒക്കെ തന്നാൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞൂടെ ആരാണ് ഐഡന്റിഫൈ ദ എ ആൻഡ് ബി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചോദിക്കാം, എന്താ ഇവിടെ ഓരോ ഇത് എ എന്നും പറഞ്ഞു, അല്ലെങ്കിൽ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് ബി ഏതാണ് എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇത് സി വിളിച്ചിട്ട് സി ഏതാണ്, ഐഡന്റിഫൈ ദ സി എന്ന് ചോദിച്ചാൽ ഈ റിയാക്ഷൻ എഴുതാമെങ്കിൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടത്തില്ലേ, അവിടെ മാർക്ക് വീടില്ലേ? സോ നെയ്മഡ് റിയാക്ഷൻ നിങ്ങൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ അല്ലേ? സോ നമ്മൾ ലാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? സോ 5 പ്രിപ്പറേഷൻ മെത്തേഡ് അമീൻസിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡ് ഏതാണ്? ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. എന്താണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ? നമ്മൾ ഇവിടെ ആരെ എടുക്കുന്നു? അമൈഡിനെ എടുക്കുന്നു, RCONH2. അമൈഡിന്റെ കൂടെ ആ പേരിൽ തന്നെയുണ്ട് ബ്രോമമൈഡ്, ബ്രോമിൻ നമ്മൾ ചേർക്കുന്നു. ആരെ ചേർക്കുന്നു? Br2 ചേർക്കുന്നു. ആരുടെ കൂടെ? 4NaOH നമ്മൾ ഒരു ആൽക്കലൈൻ സൊല്യൂഷനും ആഡ് ചെയ്യുന്നു. സംഭവിക്കുന്നത് എത്രയേ ഉള്ളൂ? RCONH2 ആണ്. അതിൽ ആ CO ഇല്ലേ, ആ CO അങ്ങ് പുറത്തേക്ക് പോകുന്നു, ബാക്കി അങ്ങ് ചേർത്ത് എഴുതിയാൽ അപ്പോൾ ആരെ കിട്ടും? RNH2 അമീൻസിനെ കിട്ടിയില്ലേ? ബാക്കി എന്തുണ്ട്? ഇവിടുത്തെ ഈ രണ്ട് എന്നെയും CO3യും കമ്പൈൻ ചെയ്ത് Na2CO3, ബാക്കി എന്നെയും Br കൂടെ 2NaBr ആൻഡ് വാട്ടർ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. നോക്കിക്കേ, നമ്മൾ എടുക്കുന്നത് എത്തനമൈഡ് ആണെങ്കിൽ CH3CONH2 ആണെങ്കിൽ അതിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യുന്നു, പ്ലസ് NaOH ആഡ് ചെയ്യുന്നു. നമുക്ക് ആരെ കിട്ടുന്നു? ആ CO അങ്ങ് പോയിട്ട് ബാക്കി ചേർത്ത് എഴുതുമ്പോൾ CH3NH2 ദാറ്റ് ഈസ് മെത്തനമീൻ നമുക്ക് കിട്ടുന്നു, പ്ലസ് Na2CO3 പ്ലസ് 2NaBr പ്ലസ് 2H2O. ഇനി നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇവിടെ നമ്മൾ എടുക്കുന്നത് എത്തനമൈഡ് ആണ്, നമുക്ക് കിട്ടുന്നത് എന്താണ്? മെത്തനമീൻ ആണ്. നമ്മൾ എത്തനമൈഡ് എടുക്കുന്നു, നമുക്ക് കിട്ടുന്നത് മെത്തനമീൻ ആണ്. അതായത് ഒരു കാർബൺ കുറവുള്ള, നമ്മൾ എടുക്കുന്ന അമൈഡിനേക്കാൾ ഒരു കാർബൺ കുറവുള്ള അമീനാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? നമ്മൾ എടുക്കുന്നത് എത്തനമൈഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? മെത്തനമൈൻ ആണ്. സെറ്റ് അല്ലേ? അപ്പോൾ ഒരു കാർബൺ കുറവുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്നും വരാം. ഒരു കാർബൺ കുറവുള്ള അമീൻ നോക്കിക്കേ, it is used for the conversion of an amide to primary amine with 1 carbon less than that present in the amide. അമൈഡ് നമ്മൾ എടുക്കുന്ന അമൈഡിനേക്കാൾ ഒരു കാർബൺ കുറവുള്ള അമീനെയാണ് നമുക്ക് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, when an amide is treated with bromine and ethanolic solution of NaOH, we get primary amine. എന്താണ്? നമ്മൾ അമൈഡിനെ നമ്മൾ ബ്രോമിനുമായിട്ടും എത്തനോളിക് സൊല്യൂഷൻ ഓഫ് NaOHുമായിട്ടും ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് ആരെ കിട്ടുന്നു? നമുക്ക് അമീനെ കിട്ടുന്നു. ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കൺവേർഷൻ ഓഫ് ആൻ അമൈഡ് ടു പ്രൈമറി അമീൻ വിത്ത് 1 കാർബൺ ആറ്റം ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ അമൈഡ്. സെറ്റ് അല്ലേ? അപ്പോൾ ഹോഫ്മാൻ ബ്രോമമൈഡ് സിന്തസിസ് ഓക്കെ ആയില്ലേ? അങ്ങനെ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് അമീൻസിന്റെ 6 മെത്തേഡ്സ് അല്ലേ? 6 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് ആ 6 മെത്തേഡ്സ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഏതായിരുന്നു? യെസ്, ഇറ്റ് ഈസ് ദ
ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്. ഓക്കെയാണ്, നൈട്രോ കോമ്പൗണ്ട് കറസ്പോണ്ടിങ് നമുക്ക് അമീൻ കിട്ടുന്നു, സെറ്റാണ് അല്ലേ. നമ്മൾ റെഡ്യൂസിങ് ഏതിൻ്റെ ഏതൊക്കെ യൂസ് ചെയ്തു? നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, H2 ആഡ് ചെയ്തു, സെറ്റാണ്. രണ്ടാമത്തത് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്, റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്, സെറ്റ് അല്ലേ. ഓക്കെ, റിഡക്ഷൻ ഓഫ് അമൈഡ്സ്, ഓക്കെയാണ്. ദെൻ നാലാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചത് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് അല്ലേ. ഓക്കെയാണ്, അവിടെ നമ്മൾ ക്വാട്ടർണറി അമോണിയം സോൾട്ട് ഒക്കെ കണ്ടു. ഇനി നമ്മൾ ഫിഫ്ത്ത് മെത്തേഡ് പഠിച്ചത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയ്മഡ് റിയാക്ഷൻ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ഓക്കെ അല്ലേ. നമ്മൾ ആദ്യം താലിമൈഡ് എടുക്കുന്നു, താലിമൈഡിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? നമ്മുടെ KOH ആഡ് ചെയ്യുന്നു. അതിനുശേഷം കിട്ടുന്ന പൊട്ടാസ്യം സോൾട്ട് ഓഫ് താലിമൈഡിലേക്ക് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് ഫോളോ ചെയ്ത് നമ്മൾ ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് NaOH ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് കറസ്പോണ്ടിങ് പ്രൈമറി അമീൻ കിട്ടുന്നു. സെറ്റ് അല്ലേ? ആണ്. ലാസ്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചതാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. അവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മൾ ഏത് അമൈഡിനെ എടുക്കുന്നോ, ഇപ്പൊ എത്തനാമൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മെത്തനമീൻ കിട്ടും. അതായത് ഒരു കാർബൺ ലെസ് ഉള്ള അമീനാണ് നമുക്ക് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ വഴി കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അമീൻസിന്റെ 6 പ്രിപ്പറേഷൻ മെത്തേഡ്സും നിങ്ങൾക്ക് ക്ലിയർ ആയി. പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് എന്ന ഭാഗത്തൊന്നും എനിക്ക് സംശയമില്ല, നിങ്ങൾ എന്ത് ചോദിച്ചാലും എഴുതുന്നൊക്കെയാണ്. സോ അങ്ങനെയാണെങ്കിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ വി ക്യാൻ മൂവ് ടു ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസ്. അമീൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി. സോ അമീൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക, സോലിബിലിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് കാർബൺ ചെയിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്താണ് സോലിബിലിറ്റി എന്ന് പറയുന്നത്? ഇൻക്രീസിങ് ലെങ്ത് ഓഫ് കാർബൺ ചെയിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി ഇതിലേക്ക് നോക്കാം. ലോവർ ആലിഫാറ്റിക് അമീൻസ് ആർ സോലുബിൾ ഇൻ വാട്ടർ. ലോവർ ആലിഫാറ്റിക് അമീൻസ് ഒക്കെ വാട്ടറിൽ പെട്ടെന്ന് എന്താവും? സൊല്യൂബിൾ ആവും. ബിക്കോസ് ദേ ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് വാട്ടർ മോളിക്യൂൾസ്. വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ലോവർ ആലിഫാറ്റിക് ആയിട്ടുള്ള അമീനുകൾ എളുപ്പം തന്നെ വാട്ടറിൽ ഡിസോൾവ് ആവും. ഇനി however solubility decreases with increase in molar mass of amines due to the increase in size of hydrophobic alkyl path. Higher amines are insoluble in water. Amines are soluble in organic solvent like alcohol, ether and benzene. Higher amines ഒക്കെ വാട്ടറിൽ ഇൻസോളുബിൾ ആണ്. പക്ഷെ ഓർഗാനിക് സോൾവെന്റ്, ബെൻസീൻ, ഓർഗാനിക് സോൾവെന്റിലൊക്കെ എന്താണ്? അവർ ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് solubility is inversely proportional to increase in length of carbon chain. Okay, increase in length of carbon chain. Okay അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലെ അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോകാം. ഇറ്റ്സ് അബൌട്ട് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ സോലിബിലിറ്റിയെ പറ്റി ഒരു ധാരണയായെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം? ബോയിലിംഗ് പോയിന്റ് എന്താണ് പറയുന്നത് നോക്കാം. നോക്കിക്കേ, പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് ആർ അസോസിയേറ്റഡ് ത്രൂ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഈ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ട് തന്നെ the intermolecular association is more in primary amines. Primary amines-ന് intermolecular hydrogen bonding കൂടുതലാണ്. Primary amines എന്ന് പറയുമ്പോൾ NH2, സെക്കൻഡറി ഏതാണ്? R2NH. നെക്സ്റ്റ് ടെർഷ്യറി അമീൻ R3N. പിന്നെ നിങ്ങൾ നോക്കിക്കേ, ഇവർക്ക് പ്രൈമറി അമീൻസിന് ഇന്റർമോളിക്കുലാർ അസോസിയേഷൻ കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോഴേ അറിയാല്ലേ അവിടെ എന്താണ്? അവിടെ ഹൈഡ്രജൻസ് കൂടുതലാണ്. ടെർഷ്യറി അമീൻസ് എന്തില്ല? അവിടെ ഹൈഡ്രജനേ ഇല്ല. പിന്നെ എങ്ങനെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒന്നും ഇല്ലല്ലോ അവിടെ. Therefore the order of boiling point of isomeric amines of comparable molecular mass is, നിങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ ആർക്കായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ വരിക? നമ്മൾ പറഞ്ഞു പ്രൈമറി അമീൻസിനാണ് എന്ത് കൂടുതൽ? അവിടെ ഇന്റർമോളിക്കുലർ അസോസിയേഷൻ കൂടുതൽ. സോ പ്രൈമറി അമീൻസിനായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. പിന്നെ ആര്? സെക്കൻഡറി അമീൻ. ലാസ്റ്റ് ആര്? ടെർഷ്യറി അമീൻ. ടെർഷ്യറി അമീൻസിന് എന്തുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് കുറവ് വരുന്നത്? അവിടെ ഇന്റർമോളിക്കുലർ അസോസിയേഷൻ ഒന്നും നടക്കില്ല, കാരണം അവിടെ ഹൈഡ്രജൻ ഇല്ല. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ബോയിലിംഗ് പോയിന്റിന്റെ റിലേഷൻ എങ്ങനെയാണെന്ന് കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എന്താണ്? നമ്മൾ സൊല്യൂബിലിറ്റിയും ബോയിലിംഗ് പോയിന്റും കണ്ടു. സൊല്യൂബിലിറ്റിയുടെ കേസ് എന്താ പറഞ്ഞത്? ലോവർ അമീൻസ് ഒക്കെ ആണെങ്കിൽ വാട്ടറിൽ സോലുബിൾ ആണ്, ബട്ട് ഹയർ അമീൻസിലേക്ക് വരുമ്പോൾ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. പിന്നെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്താ പറഞ്ഞു? ബോയിലിംഗ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഇന്റർമോളിക്കുലാർ അസോസിയേഷൻ ഒക്കെയാണ് യൂസ് ചെയ്തത്. ഇവിടെ ടെർഷ്യറി അമീൻസ് വന്നപ്പോഴത്തേക്ക് അവിടെ എന്തില്ല? അവിടെ ഇന്റർമോളിക്കുലർ അസോസിയേഷനേ ഇല്ല, കാരണം അവിടെ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കാണ് കൂടുതൽ? പ്രൈമറിക്കാണ് കൂടുതൽ അല്ലെ? സോ നോക്കിക്കേ, പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് ആർ അസോസിയേറ്റഡ് ത്രൂ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്
And this intermolecular association is more in primary amines than in secondary amines. പ്രൈമറിക്കാണ് കൂടുതൽ ഈ ഒരു intermolecular association. Tertiary amines do not have the intermolecular association due to the absence of hydrogen atom. ഹൈഡ്രജൻ ആറ്റമേ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? എവിടെ ടെറിഷറി അമീൻസിന് ഇന്റർമോളിക്കുലർ അസോസിയേഷൻ ഇല്ല. Therefore അവരുടെ ഓർഡർ എങ്ങനെയാണ്? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി. സെറ്റ് അല്ലേ? പ്രൈമറിക്കാണ് കൂടുതൽ ബോയിങ് പോയിന്റ്, ദെൻ ആർക്ക് വരും? സെക്കൻഡറിക്ക്, പിന്നെ ആർക്ക് വരും? ടെറിഷറിക്ക്. സെറ്റ് ആണേ? ഓക്കെ ആണേ? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്നുള്ള ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. സെറ്റ് ആണ്, ഓക്കെ ആണ്, യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകൾ കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു, ദെൻ നമ്മൾ പ്രിപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, നെക്സ്റ്റ് നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഫിസിക്കൽ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമീൻസ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമീൻസ് അതിലെ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബേസിസിറ്റി. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നുള്ളത് വരും. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. സോ നോക്കിക്കേ, ബേസിസിറ്റി. ഇനി അതിന് മുന്നേ ചോദിക്കട്ടെ, എന്താണ് ഈ ബേസിസിറ്റി വെച്ചിട്ട് നമുക്ക് ബേസിസിറ്റിയൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? കെ ബി വാല്യൂ എന്താണെന്നൊക്കെ നിങ്ങൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. കെ ബി വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കും. ബേസിസിറ്റി, അതായത് ബേസിസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. കെ ബി വാല്യൂ കൂടുതലാണെങ്കിൽ ബേസ് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. ഇനി നോക്കിക്കേ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനുള്ള കഴിവാണ്? ബേസിസിറ്റി ഇപ്പോൾ അമീൻസിൻ്റെ കേസ് എടുക്കുക, NH2, അതായത് അവർക്ക് ഇലക്ട്രോണുകൾ എന്താണ്? ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ അല്ലെ? ഇലക്ട്രോൺ പെയർ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ? ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ പെയർ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ബേസിസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ ഇതേ റിലേഷൻഷിപ്പ് നിങ്ങൾ ഓർത്ത് നോക്കിക്കുകയും, നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? 2 ഗ്രൂപ്പ്സ് ഉണ്ട്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും അല്ലേ? അതിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആസിഡിറ്റി ഡിക്രീസ് ചെയ്യും, ഡി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? സോ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ബേസിസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ബേസിസിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. കിട്ടിയോ? നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായോ? സോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദ ബേസിസിറ്റി. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ബേസിസിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നു. സോ ദ ഓർഡർ ഓഫ് ബേസിസിറ്റി. അപ്പോൾ അവിടെ ഓർഡർ ഓഫ് ബേസിസിറ്റി അവിടെ പറയുന്നുണ്ട്. ആർക്കാണ് ബേസിസിറ്റി കൂടുതൽ? ഏറ്റവും കൂടുതൽ ടെറിഷറിക്കാണ്. ദെൻ ബേസിസിറ്റി കൂടുതൽ സെക്കൻഡറിക്കാണ്. ദെൻ ബേസിസിറ്റി പ്രൈമറിക്കാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് വരുമാര്? നമ്മുടെ അമോണിയ. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നത്? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പം നോക്കിക്കേ, നമ്മൾ എങ്ങനെയായി പ്രൈമറി സെക്കൻഡറി ടെറിഷറി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ ഒന്ന് നോക്കിയിരുന്നോ? അപ്പോൾ എന്താണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്? നമ്മുടെ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത്, R ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ടെറിഷറി അമീൻ അല്ലെങ്കിൽ പ്രൈമറി അമീൻ നമ്മൾ എടുക്കുകയാണ് RNH2, സെക്കൻഡറി അമീൻ R2NH, ടെറിഷറി അമീൻ R3N. ഇവിടെ നോക്കിക്കേ, ഒരു CH3 ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ അല്ലേ? ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. ഇങ്ങോട്ട് വരുമ്പോഴോ 2 വശത്തൊന്നും ഇലക്ട്രോൺ കൊടുക്കാൻ ആളുണ്ട്, 2 ആൽക്കൈൽ ഗ്രൂപ്പ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അപ്പോൾ CH3NH2 എന്ന് ഞാൻ എഴുതുമ്പോഴേ ഇവർക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നത് ഇയാളല്ലേ? ഇദ്ദേഹമല്ലേ ഇവർക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നത്? സോ ഇവിടെ 2 എടുത്ത് ഇവിടെ നോക്കിക്കേ, സെക്കൻഡറിയിൽ വരുമ്പോൾ ഇവിടെ ഒരു H കുറഞ്ഞു, ഇവിടെ എന്താണ് താഴെ ഒരു CH3 വരുന്നു. അങ്ങനെയാണെങ്കിൽ 2 എടുത്തുനിന്നും ഇലക്ട്രോൺ കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ R2NH ഇച്ചിരി കൂടെ കൂടത്തില്ലേ? ഇവിടെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ കൂടും. ഇനി R3N എന്ന് പറയുമ്പം എന്താണ് 3 സൈഡിൽ ഇലക്ട്രോൺ കൊടുക്കുന്ന ആളുണ്ട്. അപ്പോൾ എന്താണ് അവിടെ കുറേ കൂടെ കൂടും. ഇനി ഏറ്റവും കുറവ് ആർക്കാണ്? നമ്മുടെ അമോണിയക്കാണ് ഏറ്റവും കുറവ്. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ഈ ഓർഡർ എഴുതുന്നതെന്ന്? സോ ഇൻ ഗേഷ്യസ് സ്പേസ്, ഇത് ഗേഷ്യസ് സ്പേസിലെ കാര്യമാണ് പറയുന്നത്. ഗേഷ്യസ് സ്പേസിൽ
ഗേഷ്യസിൽ എങ്ങനെയാണ് ബേസിസിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്? ആർക്കാണ് ബേസിസിറ്റി കൂടുതൽ? ഏറ്റവും കൂടുതൽ ബേസിസിറ്റി ഉള്ളത് ടെറിഷറിക്കാണ് അല്ലേ? പിന്നെ ആർക്കാണ്? പിന്നെ സെക്കൻഡറിക്കാണ്. പിന്നെ ആർക്കാണ്? പിന്നെ പ്രൈമറിക്കാണ്. ലാസ്റ്റ് വന്നിട്ട് ആരാണ്? NH3 ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഇത് ഗേഷ്യസ് ഫേസിന്റെ കാര്യം. ഇനി അക്വസ് സൊല്യൂഷനിൽ വരുമ്പോഴത്തേന് ഈ കളി അങ്ങ് മാറും. ബേസിസിറ്റിയുടെ ഓർഡർ ചേഞ്ച് ആവും. നോക്കിക്കേ, ഇൻ അക്വസ് സൊല്യൂഷൻ ബേസിസിറ്റി ഈസ് അഫക്റ്റഡ് ബൈ, അവിടെ 3 ആളുകളുടെ സ്വഭാവം മാറുന്നു. 3 ആളുകളുടെ പ്രസൻസ് കാരണം ബേസിസിറ്റിയുടെ സ്വഭാവം മാറുന്നു. ആരൊക്കെയാണ് ആ 3 ആളുകൾ? ഇറ്റ് ഈസ് പ്ലസ് ഐ എഫക്റ്റ്, പ്ലസ് ഐ എഫക്റ്റ്, സോൾവേഷൻ എഫക്റ്റ്, സോൾവേഷൻ എഫക്റ്റ് ആൻഡ് സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് എഫക്റ്റ്. അപ്പം നോക്കിക്കേ, ഈ 3 ആളുകളുടെ സ്വഭാവം കാരണം അക്വസ് സൊല്യൂഷനിൽ ഈ ബേസിസിറ്റിയുടെ അളവുകൾ മാറുന്നു. അവിടെ നമ്മൾ 2 ആളുകളെ പറ്റി മാത്രം പഠിച്ചാൽ മതി. ഒന്ന് മീഥൈൽ അമീനും ഒന്ന് ഈഥൈൽ അമീനും. ഒരു കോഡ് പോലെ ഓർത്ത് വെച്ചിരിക്കുക. 2നും ഫസ്റ്റ് വരുന്നത് ബേസിസിറ്റി ഓർഡറിൽ ആര് തന്നെയാണ്? സെക്കൻഡറിക്കാണ് ഫസ്റ്റ് വരുന്നത്. ഇനി ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ മീഥൈൽ അമീൻ ആണല്ലോ. മിത്തെന്ന് പറഞ്ഞാൽ, മീഥൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു കാർബൺ ആറ്റം അല്ലേ? അപ്പോൾ മീഥൈൽ അമീനിന് സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് പ്രൈമറിയാണ്. പിന്നെ ആരാണ്? പിന്നെ ടെറിഷറി. സെറ്റല്ലേ? അപ്പോൾ ഇവിടെ ഈഥൈൽ അമീനാണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇതിൽ വെച്ച് ഓർക്കേണ്ട, അതിൻ്റെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ ആര് വരും? ടെറിഷറി വരും, ദെൻ പ്രൈമറി വരും. ഇങ്ങനെയാണ് അവരുടെ ഓർഡർ എന്ന് പറയുന്നത്. ഏതിൻ്റെ കേസിൽ? aqueous solutions. So in aqueous solution basicity is affected by plus I effect, solvation effect and steric effect. അവിടെ 2 പേരെ മാത്രം നമ്മൾ നോക്കിയാൽ മതി, മീഥൈൽ അമീനും ഈഥൈൽ അമീനും. സെറ്റ് അല്ലേ? മീഥൈൽ അമീൻ ആണെങ്കിൽ ആർക്കാണ് ആദ്യം വരുന്നത്? സെക്കൻഡറി അമീൻ ആദ്യം വരും, ദെൻ പ്രൈമറി, ദെൻ ടെറിഷറി. സോ ഈഥൈൽ അമീൻ ആണെങ്കിൽ എങ്ങനെയാണ്? സെക്കൻഡറി ആദ്യം, പിന്നെ ആര് വരും? പിന്നെ ടെറിഷറി വരും, പിന്നെ പ്രൈമറി വരും. ഓക്കെ അല്ലേ? ഇവിടെ എല്ലായിടത്തും കുറവ്, ഏറ്റവും കുറവ് ആർക്ക് തന്നെയാണ്? NH3. ഇവിടെയും ഏറ്റവും കുറവ് ആർക്ക് തന്നെയാണ്? NH3. ഓക്കെ ആണേ? അപ്പോൾ ബേസിസിറ്റി എന്നുള്ള ഭാഗം ഏകദേശം നിങ്ങൾക്ക് ഓക്കെ ആയോ? ക്ലിയർ ആയോ? ബേസിസിറ്റി ഓക്കെ ആയോ? ഇനി നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ. അറൈൽ അമീൻ ആണോ അമോണിയ ആണോ കൂടുതൽ ബേസ്? അറൈൽ അമീൻ അല്ലെങ്കിൽ അമോണിയ ആണോ കൂടുതൽ ബേസ്? അതായത് അനിലിൻ. NH2 അമോണിയ ഇരിക്കുന്നു, NH2ഉം അമോണിയയും ഇരിക്കുന്നു. ആരാണ് കൂടുതൽ ബേസിക് എന്ന് നമുക്ക് പറയാൻ പറ്റും? ആരായിരിക്കും കൂടുതൽ ബേസിക്? ഉറപ്പായിട്ടും ആരാണ്? അമോണിയയാണ് കൂടുതൽ ബേസിക്. കാരണം ഇവിടെ എന്താണ്? ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഇലക്ട്രോൺ പെയറിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. ലെസ് അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. റീസൺ എഴുതുകയാണെങ്കിൽ ഇവിടെ ലെസ് അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. അതായത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ബേസിസിറ്റി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ റെസൊണൻസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെസ് അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രോൺ പെയർ ആണ് കമ്പയർ ടു അമോണിയ. സോ ആരാണ് കൂടുതൽ ബേസിക് ആവുന്നത്? അവിടെ അമോണിയ ആണ് കൂടുതൽ ബേസിക് ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവരിനകത്ത് അതായത് ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ ചോദിക്കുകയാണ്. ഇവിടെ NH2, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ്. ഓക്കെ, ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്തിട്ട് ആർക്കാണ് ഇവിടെ ബേസിസിറ്റി കൂടുതൽ, ഇവരിൽ ആർക്കാണ് കൂടുതൽ ബേസിക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെയും പറയും? അപ്പം നോക്കണം, CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. എന്ത് കൂട്ടുന്നു? ബേസിസിറ്റി കൂട്ടുന്നു. സോ ആർക്കാണ് കൂടുതൽ ബേസിസിറ്റി? രണ്ടാമത് നമ്മുടെ കോമ്പൗണ്ടിനാണ് ബേസിസിറ്റി കൂടുതൽ. ഇനി ഒരു NO2 ഗ്രൂപ്പാണ് വന്നിരുന്നെങ്കിലോ? NO2 ഗ്രൂപ്പാണ് ഇതിന് പകരം. NO2 ഗ്രൂപ്പ് വന്നാൽ NO2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്ക് അസിഡിറ്റി ആണ് കുറവ്. അപ്പോൾ നേരെ ആർക്ക് വരും? NH2 അനിലീൻ ആയിരിക്കും മോർ ബേസിക് ആയിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? മനസ്സിലായല്ലേ? NO2 ഗ്രൂപ്പ് വന്നാൽ അനിലീൻ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയോ?
ഇവിടെ ഉറപ്പായിട്ടും കമ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. കമ്പയർ ചെയ്ത് ആരാണ് കൂടുതൽ ബേസിക്, ആരാണ് ഇത് രണ്ടോ മൂന്നോ അതിലധികം കോമ്പൗണ്ടുകൾ വന്നിട്ടൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ആർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്, അവർ ബേസിസിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബേസിസിറ്റി എന്താണ് അവർക്ക് ഇൻക്രീസ് ആണ്. സോ അങ്ങനെ പറയണം. ഇനി ഇവിടെ വരുമ്പോഴും ഇവിടെ CH3 ആർ ഗ്രൂപ്പ് ഉണ്ട്. സോ എന്താണ് ബേസിസിറ്റി അവിടെ ഇൻക്രീസ് ആവുന്നു. സോ അവർക്ക് ബേസിസിറ്റി കൂടുതലായിരിക്കും. ഇനി NO2 ഗ്രൂപ്പ് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ, ഇവിടെ വന്നിരിക്കുന്നത് NO2 ഗ്രൂപ്പ് വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? NO2 ഗ്രൂപ്പ് വന്നാൽ എങ്ങോട്ട് തിരിയും? ദാ ഇങ്ങനെ തിരിയും അല്ലേ? കാരണം NO2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. മനസ്സിലായല്ലേ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് അസിഡിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ലേ, അസിഡിറ്റി കൂട്ടുന്നവരാണ്. സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? സോ ബേസിസിറ്റി കെമിക്കൽ റിയാക്ഷനിലെ ഫസ്റ്റ് കാര്യമായിരുന്നു ബേസിസിറ്റി. ബേസിസിറ്റി ഓക്കെ ആയോ നിങ്ങൾക്ക്? ബേസിസിറ്റി larger the value of Kb, smaller will be the value of pKb, stronger the base. And electron donating group increases the basicity. So the order of basicity in gaseous solution എന്ന് പറയുന്നത് എന്താണ്? tertiary greater than, secondary greater than, primary that is greater than ammonia. സെറ്റാണ്. അക്വസ് സൊല്യൂഷനിൽ മാറുന്നു. രണ്ട് കേസ് പഠിക്കുക, മീഥൈലമീന്റെയും ഈഥൈലമീന്റെയും. മീഥൈലമീനും സെക്കൻഡറി ആണ് ആദ്യം വരുന്നത്, രണ്ടാമത് വരുന്നത് മീഥൈലമീന്റെ കേസിൽ പ്രൈമറി ആണ്, ഈഥൈലമീന് ടെർഷറി ആവുന്നു. ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ നമ്മൾ ബേസിസിറ്റി എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? അസൈലേഷൻ. എന്താണ് അസൈലേഷൻ? സോ അസൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, നമ്മൾ ആലിഫാറ്റിക് അല്ലെങ്കിൽ ആരോമാറ്റിക് പ്രൈമറി അമീൻ, ആലിഫാറ്റിക്കോ ആരോമാറ്റിക്കോ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി അമീൻ ആസിഡ് ക്ലോറൈഡുകളുമായിട്ടോ. ഇനി ആസിഡ് ക്ലോറൈഡ് ദാറ്റ് മീൻസ് RCOCl, ആസിഡ് ക്ലോറൈഡ് ആയിട്ട് മാത്രമല്ല ആരുമായിട്ടും റിയാക്ട് ചെയ്യാം, അൺഹൈഡ്രേറ്റുകളുമായിട്ടോ അല്ലെങ്കിൽ എസ്റ്ററുമായിട്ടോ റിയാക്ട് ചെയ്യുന്നു. ഒരു ബേസിന്റെ പ്രസൻസിൽ നമുക്ക് ആരെ കിട്ടുന്നു? അമൈഡുകളെ കിട്ടുന്നു. ഈ റിയാക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? അസൈലേഷൻ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, CH3NH2 നമ്മളൊരു പ്രൈമറി അമീനെ എടുക്കുന്നു, അതിനെ CH3COClമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എന്താണ്? CH3NH2നെ CH3COCl ഒരു ആസിഡ് ക്ലോറൈഡുമായിട്ട് ബേസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? എന്ത് സംഭവിക്കുന്നു? അവിടേക്ക് ഇവിടുന്ന് ഒരു Hഉം ഇവിടുത്തെ ഈ Cl കണ്ടോ, ഇവിടുത്തെ Hഉം ഇവിടുത്തെ ഈ Clഉം കൂടെ പുറത്തേക്ക് HCl പുറത്തേക്ക് പോകുന്നു. HCl അവിടെ റിമൂവ് ആകുന്നു. ബാക്കി ചേർത്ത് എഴുതിയാൽ മതി. ബാക്കി എന്താണ്? അവിടെ CH3 ഉണ്ട്, ഇവിടുന്ന് ഒരു H പോയി, അപ്പൊ അവിടെ ഒരു NH ബാക്കിയില്ലേ? ഉണ്ട്. അപ്പൊ CH3NH ഇവിടുത്തെ Cl പോയി, എന്നിട്ട് അതങ്ങ് തിരിച്ചിട്ടാൽ മതി. അപ്പൊ എന്ത് വരും? CH3NH CO നോക്കിക്കേ, CH3NH CO പ്ലസ് HCl ബൈ പ്രൊഡക്റ്റ്. സെറ്റല്ലേ? N മീഥൈൽ എഥനമൈഡ്. സെറ്റാണ്. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ എന്താ പറഞ്ഞത്? ആലിഫാറ്റിക് അല്ലെങ്കിൽ അരോമാറ്റിക് പ്രൈമറി അമീൻസിന്റെ കൂടെ നമ്മൾ ആസിഡ് ക്ലോറൈഡുകളെയോ അല്ലെങ്കിൽ RCO2O അൺഹൈഡ്രൈഡുകളെയോ എസ്റ്ററുകളെയോ ഒരു ബേസിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? അമൈഡുകൾ കിട്ടുന്നു അല്ലേ? CH3NHCOCH3 കിട്ടിയില്ലേ? സോ അമൈഡുകൾ നമുക്ക് കിട്ടുന്നു. ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസൈലേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, C2H5 twice NH നമ്മളൊരു സെക്കൻഡറി അമീനെ എടുത്തിരിക്കുന്നു, CH3COCl ഒരു ബേസിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ ഈ ഹൈഡ്രജനും ഇവിടുത്തെ Clഉം കൂടെ പോകുന്നു. ബാക്കി ചേർത്താൽ മതി. C2H5 twice, അവിടെ H പോയി, അപ്പൊ ബാക്കി ആരേ ഉള്ളൂ? N ഉള്ളൂ. അപ്പൊ C2H5 twice N. ഇനി എന്താ? ഈ Cl ഇവിടുന്ന് പോയി, COCH3 അങ്ങ് തിരിച്ചിട്ടാ മതി. അപ്പൊ C2H5 twice NCOCH3 പ്ലസ് HCl. ഈസി അല്ലേ? സോ അത്രേ ഉള്ളൂ അസൈലേഷൻ. ആലിഫാറ്റിക് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി അമീൻസിലോട്ട് നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നു? ആസിഡ് ക്ലോറൈഡുകളെയോ അൺഹൈഡ്രൈഡുകളെയോ അല്ലെങ്കിൽ എസ്റ്ററിനെയോ ആഡ് ചെയ്യുന്നു. ബേസിന്റെ പ്രസൻസിൽ നമുക്ക് ആരെ കിട്ടുന്നു? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ അമൈഡ്സിനെ കിട്ടുന്നു. സെറ്റാണ്. ഈ റിയാക്ഷനെയാണ് നമ്മൾ അസൈലേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അസൈലേഷൻ റിയാക്ഷൻ രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നു അസൈലേഷൻ. ഓക്കെ ആയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷനിലേക്ക് പോകാം. മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ ആണ് ബെൻസോയിലേഷൻ. നേരത്തെ പഠിച്ചതുപോലെ തന്നെ അസൈലേഷൻ പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ അമീൻസിനെ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ നേരത്തെ ആസിഡ് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ബെൻസോയിൽ ക്ലോറൈഡ്
C6H5COCl, ബെൻസീൻ റിംഗിൽ COCl ആഡ് ചെയ്യുന്നു. അവിടെയും എന്തിന്റെ പ്രസൻസിൽ? ഒരു ബേസിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുന്നു. സംഭവിക്കുന്ന റിയാക്ഷൻ സെയിം തന്നെ. ഇവിടുന്ന് ഹൈഡ്രജൻ പോകുന്നു, ഇവിടുന്ന് ആരും പോകുന്നു? Cl പോകുന്നു. HCl റിലീസ് ആകുന്നു. HCl പോകുന്നു. നമുക്ക് എന്ത് കിട്ടും? CH3. ഇവിടെ ഹൈഡ്രജൻ പോയ ആരേ ഉള്ളൂ? H ഉള്ളൂ. CH3 NH CO C6H5 പ്ലസ് HCl ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? സെറ്റാണേ, പ്രശ്നമൊന്നുമില്ല. അസൈലേഷൻ പഠിച്ചവർക്ക് ഈസി ആയിട്ട് ബെൻസോയിലേഷൻ പഠിക്കാം. നോക്കിക്കേ, അമീൻസ് റിയാക്ട് വിത്ത് ബെൻസോയിൽ ക്ലോറൈഡ് C6H5COCl ടു ഫോം N-alkyl benzamide. This reaction is known as ബെൻസോയിലേഷൻ. നമ്മൾ എന്തിനെ എടുക്കുന്നു? നമ്മളൊരു അമീനെ എടുക്കുന്നു. അമീനെ നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡുമായിട്ട് C6H5COCl ബെൻസോയിൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുന്നു. അവിടെ നിന്ന് HCl റിലീസ് ആവുന്നു. ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഇവിടുന്ന് Cl പോകുന്നു. ഒരു ബേസിന്റെ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടുന്നു? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ N-alkyl benzamide കിട്ടുന്നു. ഈ റിയാക്ഷനെയാണ് എന്ത് വിളിച്ചത്? ബെൻസോയിലേഷൻ എന്ന് വിളിച്ചത്. സെറ്റ് അല്ലേ? ഓക്കെ ആണേ? സെറ്റാണേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കെമിക്കൽ റിയാക്ഷനിലേക്ക് പോകാലോ. യെസ്, കാർബൈലമീൻ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൈലമീൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്കിനി കാർബൈലമീൻ റിയാക്ഷൻ നോക്കാം. സോ കാർബൈലമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇതിനെ മറ്റൊരു രീതിയിൽ ഐസോസയനൈഡ് ടെസ്റ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. ഐസോസയനൈഡ് ടെസ്റ്റ് എന്നും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഇതിന്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ കാർബൈലമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റ്, ഇത് എന്തിനുള്ള ടെസ്റ്റ് ആണ്? ഇറ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻസ്. പ്രൈമറി അമീൻസ് ആണോ? പ്രൈമറി അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റും കൂടിയാണ് എന്ത്? കാർബൈലമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ആലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി അമീൻസ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒരു ഫൗൾ സ്മെല്ല്, ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴേ ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തീരുമാനിക്കാം? യെസ്, പ്രൈമറി അമീൻസിന്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാം. അതെന്തുകൊണ്ടാണ് ആ ഫൗൾ സ്മെല്ല് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ഐസോസയനൈഡ് അല്ലെങ്കിൽ കാർബൈൽ അമീൻസിനെയാണ്. അവരുടെയാണ് ഒരു ഫൗൾ സ്മെല്ല് നമുക്ക് കിട്ടുന്നത്. ഈ റിയാക്ഷനെയാണ് കാർബൈലമീൻ റിയാക്ഷൻ ഓർ ഐസോസയനൈഡ് ടെസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻസ്. പ്രൈമറി അമീൻസിനുള്ള ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം സെക്കൻഡറി ടെറിഷറി അമീനുകൾ ഈ റിയാക്ഷൻ തരാറില്ല. സോ പ്രൈമറി അമീൻസ് മാത്രമേ ഈ ഒരു കാർബൈലമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റ് തരുന്നുള്ളൂ. സോ അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടെസ്റ്റിനെ യൂസ് ചെയ്യാലോ. ഇനി നമുക്ക് റിയാക്ഷൻ എങ്ങനെയാണ്, ആ റിയാക്ഷൻ ഒന്ന് നോക്കാം. നോക്കിക്കേ, നമ്മളൊരു പ്രൈമറി അമീൻ എടുക്കുന്നു, RNH2. നമ്മുടെ പ്രൈമറി അമീനെ നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? CHCl3. ആരാണ്? ക്ലോറോഫോമും ഫോളോഡ് ബൈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ നിന്നും ഈ ഹൈഡ്രജനില്ലേ, ഈ ഹൈഡ്രജൻ അങ്ങ് പോകുന്നു. ഈ കാർബണില്ലേ, ഈ കാർബൺ ഇതിലേക്ക് വരുന്നു. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അവിടെ ഹൈഡ്രജൻ ഇറങ്ങി പോകുന്നു, RN. അതിലേക്ക് ആര് വരുന്നു? കാർബൺ വരുന്നു, RNC. മനസ്സിലാവുന്നുണ്ടോ? RNC. ഇനി നോക്കിക്കേ, Cl-ഉം പൊട്ടാസ്യം ഉറപ്പായിട്ടും കൊണ്ടുപോകും അല്ലെ. 3 K ആണ്. സോ 3 KCl പ്ലസ് 3 വാട്ടർ H2O. സോ റിയാക്ഷൻ മനസ്സിലായോ? നമ്മുടെ പ്രൈമറി അമീനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ക്ലോറോഫോം ആഡ് ചെയ്യുന്നു, ഫോളോഡ് ബൈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ ഹീറ്റ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? RNC. അവിടുന്ന് ഹൈഡ്രജൻ പോയിട്ട് കാർബൺ ഇതിലേക്ക് വരുന്നു. ഇനി നോക്കിക്കേ, നമ്മൾ എടുക്കുന്നത് മെത്തൻ അമീൻ ആണെങ്കിൽ CH3NH2 ആണെങ്കിൽ അതിലേക്ക് നമ്മൾ ക്ലോറോഫോം ആഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ 3 KOH ആഡ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് പറ്റുന്നു? ഈ H2 പോയിട്ട് നമ്മുടെ ഈ കാർബൺ അതിലേക്ക് വരും. സോ CH3NC മീഥൈൽ കാർബൈലമീൻ പ്ലസ് 3 KCl പ്ലസ് 3 H2O. ആ റിയാക്ഷൻ വിത്ത് അതിന്റെ കെമിക്കൽ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ അതേപോലെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. സോ അടുത്ത നമ്മൾ അനിലീൻ എടുത്താലും, അനിലീൻ എടുക്കുന്നു, C6H5NH2 നമ്മൾ എടുക്കുന്നു. നമ്മൾ അതിലേക്ക് CHCl3 ആഡ് ചെയ്യുന്നു, 3 KOH ആഡ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? അവിടുന്ന് ഹൈഡ്രജൻ പോയിട്ട് അതിലേക്ക് കാർബൺ കയറി വരും. അപ്പൊ C6H5NC പ്ലസ് 3 KCl പ്ലസ് 3 H2O നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. സോ മനസ്സിലായോ?
കാർബൈൽ അമീൻ ടെസ്റ്റ് ഓർ കാർബൈൽ അമീൻ റിയാക്ഷൻ ഓർ ഐസോസൈനൈഡ് ടെസ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ കാർബിൽ അമീൻ റിയാക്ഷൻ. സോ കാർബിൽ അമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ആലിഫാറ്റിക് അല്ലെങ്കിൽ അരോമാറ്റിക് പ്രൈമറി അമീനെ നമ്മൾ ക്ലോറോഫോം വെച്ചിട്ടും ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടും ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫൗൾ സ്മെല്ലിംഗ് ഐസോസൈനൈഡ് അല്ലെങ്കിൽ കാർബൈൽ അമീൻസ് കിട്ടുന്നു. ഈ ടെസ്റ്റിനെ അല്ലെങ്കിൽ ഈ റിയാക്ഷനെയാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ്? ഇറ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻസ്. കാരണം സെക്കൻഡറി ടെറിഷറി അമീനുകൾ ഈ റിയാക്ഷൻ നമുക്ക് തരില്ല. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? കാരണം എന്താണ് സെക്കൻഡറി അമീൻ ടെറിഷറി അമീൻസ് തരാത്തത്? മക്കളെ ഇവിടെ നിന്ന് എന്താണ്? ഇപ്പൊ സെക്കൻഡറി അമീൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ R2NH, ടെറിഷറി അമീൻ ആണെങ്കിൽ R3N. ഇവിടുന്ന് ഹൈഡ്രജൻ H2 ഇറങ്ങി പോകാനുണ്ടോ? H2 ഇറങ്ങി പോകാനില്ല, ഇവിടെയും ഇല്ല. സോ ഇവർ രണ്ടുപേരും ഈ ടെസ്റ്റ് തരില്ല. ആരേ തരുള്ളൂ? നമ്മുടെ RNH2 നമ്മുടെ പ്രൈമറി അമീൻസേ തരുള്ളൂ. സോ പ്രൈമറി അമീൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് എന്ത്? കാർബൈൽ അമീൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഐസോസൈനൈഡ് ടെസ്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ നമ്മുടെ നാലാമത്തെ കെമിക്കൽ റിയാക്ഷൻ അല്ലേ? നാലാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടീസിലെ നാലാമത്തെ റിയാക്ഷൻ ആണ് കാർബൈൽ അമീൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഐസോസൈനൈഡ് ടെസ്റ്റ്. ഓക്കെ അല്ലേ? പ്രൈമറി അമീൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ഒരു റിയാക്ഷൻ, ഒരു ടെസ്റ്റ് ആയിരുന്നു. സെക്കൻഡറി ടെറിഷറി അമീൻസ് ഈ റിയാക്ഷൻ തരില്ല. സോ ഇത് നമ്മുടെ നാലാമത്തെ റിയാക്ഷൻ സെറ്റ് ആയെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ കെമിക്കൽ റിയാക്ഷനിലേക്ക് പോകാലോ. റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. അഞ്ചാമത്തെ കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ പ്രോപ്പർട്ടിയാണ് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. എന്താണ് നൈട്രസ് ആസിഡ്? HNO2. എങ്ങനെയാണ് ഈ നൈട്രസ് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ബൈ ദ മിക്സ്ചർ ഓഫ് NaNO2 പ്ലസ് HCl. NaNO2 പ്ലസ് HCl. നോക്കിക്കേ, aliphatic primary amines react with nitrous acid prepared by mixing sodium nitrate and HCl to form alcohols. എന്തിനെ ഫോം ചെയ്യുന്നു? നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത്, അമീൻസ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ആരെ തരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആൽക്കഹോൾ കിട്ടുന്നു. നോക്കിക്കേ, നമ്മുടെ RNH2 നമ്മുടെ പ്രൈമറി അമീൻ നൈട്രസ് ആസിഡ് HNO2മായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. നമുക്ക് എന്താണ്? ഒരു സോൾട്ട് ആദ്യം കിട്ടും, അതായത് N2Cl. അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? OH ഗ്രൂപ്പ് അതിൽ കയറി വരുന്നു. നമ്മൾക്ക് ആരെ കിട്ടി? നമ്മുടെ ആൽക്കഹോൾ കിട്ടുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? അമീൻസിൽ നൈട്രസ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ആരെ കിട്ടും? ആൽക്കഹോൾ കിട്ടും. ദാറ്റ് CH3NH2 നമ്മൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് ആരെ കിട്ടിയേനെ? CH3NH2 പ്ലസ് HNO2 നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്നു. നമുക്ക് സോൾട്ട് ഫോർമേഷൻ കഴിഞ്ഞ് കറസ്പോണ്ടിങ് ആരെ കിട്ടും? CH3OH പ്ലസ് N2 പ്ലസ് HCl കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നൈട്രസ് ആസിഡും അമീൻസും തമ്മിൽ റിയാക്ട് ചെയ്യിക്കുന്നു, നമുക്ക് ആരെ കിട്ടുന്നു? ആൽക്കഹോളുകൾ കിട്ടുന്നു. സെറ്റ് അല്ലേ? അഞ്ചാമത്തെ കെമിക്കൽ റിയാക്ഷൻ അവിടെ കഴിയുന്നു. സോ ആറാമത്തെ കെമിക്കൽ റിയാക്ഷനിലേക്ക് നമ്മൾ പോകുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഹിൻസ്ബർഗ് റിയാക്ഷൻ ഓർ ഹിൻസ്ബർഗ് ടെസ്റ്റ്. ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ കാർബൈൽ അമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസൈനൈഡ് ടെസ്റ്റിൽ പറഞ്ഞു പ്രൈമറി അമീൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐസോസൈനൈഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഹിൻസ്ബർഗ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് വേർതിരിച്ച് അറിയാൻ പറ്റും. സൂപ്പർ അല്ലേ? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് വേർതിരിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അവിടെ നമുക്ക് ചെയ്താൽ പ്രൈമറി ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ സെക്കൻഡറി ആണോ പ്രൈമറി ആണോ ടെറിഷറി ആണോ കൃത്യമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിൻസ്ബർഗ് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി എന്താണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്? നോക്കിക്കേ, ഹിൻസ്ബർഗ് ടെസ്റ്റ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ദാറ്റ് ഈസ് C6H5SO2Cl. ഇദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇദ്ദേഹത്തെയാണ് നമ്മൾ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ആര് മക്കളെ? ഇതാണ് നമ്മുടെ ഹിൻസ്ബർഗ് റിയേജന്റ്. ആരാണ്? ഹിൻസ്ബർഗ് റിയേജന്റ്. ഓക്കെ, ഹിൻസ്ബർഗ് റിയേജന്റ്. സോ ഈ ഹിൻസ്ബർഗ് റിയേജന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പ്രൈമറി ആണോ എന്നും
സെക്കൻഡറി ആണോ എന്നും ടെറിഷറി ആണോ എന്നും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത് ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട്. എങ്ങനെ നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി അമീൻസ് ആൻഡ് ഓൾസോ ഫോർ ദ സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ ഓഫ് അമീൻസ്. അപ്പം ഈ മിക്സ്ചർ ഓഫ് അമീൻസിനെ സെപ്പറേറ്റ് ചെയ്യാനും ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം നമ്മുടെ പ്രൈമറി അമീൻ എടുക്കുന്നു. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം RNH2 ആരാണ്? നമ്മുടെ പ്രൈമറി അമീൻ. ആ പ്രൈമറി അമീനിലേക്ക് C6H5SO2Cl ബെൻസീൻ സൾഫൈഡ് ക്ലോറൈഡിനെ ആഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ സെക്കൻഡറി അമീൻ R2NH, അതിലേക്ക് നമ്മൾ നമ്മുടെ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ ആഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ ടെറിഷറി അമീനിലേക്ക് നമ്മൾ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ 3 റിയാക്ഷനാണ് നടക്കുന്നത്. സോ നോക്കിക്കേ, ഈ 3 റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈമറി അമീനിലേക്ക് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു വൈറ്റ് പെർസിപ്പിറ്റേറ്റ് കിട്ടി. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡറി അമീനിലേക്ക് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ ആഡ് ചെയ്തപ്പോഴും നമുക്ക് വൈറ്റ് പെർസിപ്പിറ്റേറ്റ് കിട്ടി. അവിടെയും നമുക്ക് വൈറ്റ് പെർസിപ്പിറ്റേറ്റ്. ഇനി ടെറിഷറി അമീനിലേക്ക് നമ്മൾ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ ആഡ് ചെയ്തപ്പോൾ അവിടെ റിയാക്ഷൻ ഒന്നും തന്നെ നടന്നില്ല. നോ റിയാക്ഷൻ. അപ്പം നമുക്ക് ടെറിഷറി അങ്ങ് മാറ്റി വെച്ചു. ഇനി നമ്മൾ നോക്കുന്നു, ഈ പ്രൈമറി സെക്കൻഡറി നമ്മൾ എങ്ങനെ വേർതിരിച്ചറിയും? ഇതിലേക്ക് ഞാൻ കുറച്ച് NaOHനെ ആഡ് ചെയ്യുന്നു. ഇതിലേക്കും ഞാൻ കുറച്ച് NaOHനെ ആഡ് ചെയ്യുന്നു. മക്കളെ, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വൈറ്റ് പെർസിപ്പിറ്റേറ്റിനകത്തോട്ട് ഞാൻ NaOH ആഡ് ചെയ്യുന്നു. NaOH ആഡ് ചെയ്യുമ്പോൾ പ്രൈമറി അമീൻ ആണെങ്കിൽ അവിടെ അത് എന്തായി പോകും? അവിടെ അത് സൊല്യൂബിൾ ആയി പോകും. എന്നാൽ സെക്കൻഡറി അമീൻ ആണെങ്കിൽ അത് ഇൻസോലുബിൾ ആയിട്ട് കിടക്കും. നോക്കിക്കേ, എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ആദ്യം പ്രൈമറി അമീനെ എടുക്കുന്നു, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു, അപ്പോൾ ഒരു വൈറ്റ് പെർസിപ്പിറ്റേറ്റ് കിട്ടും. സെക്കൻഡറി അമീനെ എടുക്കുന്നു, അതിലേക്ക് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ ആഡ് ചെയ്തപ്പോഴും നമുക്കൊരു വൈറ്റ് പെർസിപ്പിറ്റേറ്റിനെ കിട്ടുന്നു. ഇനി ടെറിഷറി അമീനിലേക്ക് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് നോ റിയാക്ഷൻ, ഒരു റിയാക്ഷനും അവിടെ സംഭവിച്ചില്ല. സെറ്റല്ലേ? ഇനി നമുക്ക് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നറിയണം. അപ്പോൾ ഈ കിട്ടിയ വൈറ്റ് പെർസിപ്പിറ്റേറ്റിനകത്തോട്ട് ഞാൻ NaOH സൊല്യൂഷൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം അത് പ്രൈമറി ആണെങ്കിൽ അവർ സൊല്യൂബിൾ ആണ്, സെക്കൻഡറി ആണെങ്കിൽ അവർ ഇൻസോലുബിൾ ആണ്. കിട്ടിയോ? മനസ്സിലായോ? ഇനി നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഇവർ സൊല്യൂബിൾ ആകുന്നത്? നമ്മൾ നോക്കിക്കേ, RNH2C6H5SO2Cl ആഡ് ചെയ്യുന്ന സമയത്ത് HCl പുറത്തേക്ക് പോകുന്നു. അത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്കൊന്ന് നോക്കാം. താഴേക്ക് ഒന്നും കൂടെ നോക്കാം. നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഇതിവിടെ നിൽക്കട്ടെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. RNH2 പ്ലസ് C6H5SO2Cl ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഇവിടുന്ന് H പോകുന്നു, ഇവിടുന്ന് Cl അങ്ങ് പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? RNH ആവത്തില്ലേ? RNHSO2C6H5 എന്നുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതിലേക്കാണ് ഞാൻ NaOH ആഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്തുണ്ട്? ഇവിടെ ഈ ഒരു ഹൈഡ്രജൻ ഇല്ലേ? അപ്പം അത് സൊല്യൂബിൾ ആയി പോകും. ഇനി നിങ്ങൾ അടുത്ത പ്രൊഡക്റ്റ് നോക്കിക്കേ. നമ്മൾ നമ്മുടെ സെക്കൻഡറി അമീൻ എടുക്കുന്നു. സെക്കൻഡറി അമീനിലേക്ക് ഇതേ ബെൻസോയിൽ C6H5SO2Cl ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഇവിടുത്തെ Clഉം ഇവിടുത്തെ Hഉം പോയി. പിന്നെ അവിടെ H ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? R2NSO2C6H5 ആണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ H ഇല്ല. സോ NaOHൽ എന്താകില്ല? ഇൻസോലുബിൾ ആകില്ല. സെറ്റായില്ലേ? മനസ്സിലായില്ലേ? സോ ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഹിൻസ്ബർഗ് ടെസ്റ്റ്. എന്താണ് ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് ചോദിച്ചാൽ ആരാണ്? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. നോക്കിക്കേ, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് C6H5SO2Cl is known as Hinsberg reagent. It is used to distinguish primary, secondary and tertiary amines and also for the separation of a mixture of amines. Primary ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ നമുക്ക് അറിയാൻ പറ്റും. ഒരു മിക്സ്ചർ ഓഫ് അമീൻസിനെ നമ്മുടെ മുന്നിലേക്ക് തന്നാൽ നമുക്ക് അവരെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യാനും എന്ത് സഹായിക്കുന്നു? ഹിൻസ്ബർഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ഹിൻസ്ബർഗ് റിയേജന്റ് നമ്മളെ സഹായിക്കുന്നു. എങ്ങനെയാ? സെറ്റാണ്. പ്രൈമറിയും സെക്കൻഡറിയും ടെർഷ്യറിയും എടുത്തിരിക്കും. പ്രൈമറിയിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ആഡ് ചെയ്യുന്നു, സെക്കൻഡറിയിലേക്ക് ആഡ് ചെയ്യുന്നു, ടെറിഷറിയിലേക്ക് ആഡ് ചെയ്യുന്നു.
പ്രൈമറിയും സെക്കൻഡറിയും എന്താണ്, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ചേരുന്നു. ടെർഷ്യറി അപ്പോഴേ നമുക്ക് മാറ്റാം, നോ റിയാക്ഷൻ. ഇനി ആ പ്രൈമറിയും സെക്കൻഡറിയും എടുത്തു വെക്കുന്നു, ഇതിലേക്ക് ഞാൻ NaOH ആഡ് ചെയ്യുന്നു, ഇതിലേക്ക് ഞാൻ NaOH ആഡ് ചെയ്യുന്നു. പ്രൈമറിയിലോട്ട് ആഡ് ചെയ്തപ്പോൾ അത് സൊല്യൂബിൾ ആയി, സെക്കൻഡറിയിൽ ആഡ് ചെയ്തപ്പോൾ അത് ഇൻസൊല്യൂബിൾ ആയി. പ്രൈമറി ഏതാണ്, സെക്കൻഡറി ഏതാണ്, ടെർഷ്യറി ഏതാണ്, മനസ്സിലായില്ലേ? ഇതിനാണ് നമ്മൾ ഹിൻസ്ബർഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സെറ്റല്ലേ? കെമിക്കൽ പ്രോപ്പർട്ടീസിലെ കെമിക്കൽ റിയാക്ഷനിലെ 6ാമത്തെ കെമിക്കൽ റിയാക്ഷൻ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത കെമിക്കൽ റിയാക്ഷനിലേക്ക് പോകാലോ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് chemical reaction, that is electrophilic substitution reactions. Electrophilic substitution reactions. നോക്കിക്കേ, NH2 ഗ്രൂപ്പ് ആണല്ലോ ഇവിടെ താര്, NH2 ഗ്രൂപ്പാണ് ഇവിടെ താരം. അപ്പൊ NH2 ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ഉറപ്പിച്ചോ, അവരെന്തായിരിക്കും? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളുമാണ്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. നോക്കിക്കേ, NH2 ഗ്രൂപ്പ് ഈസ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആൻഡ് എ പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. സോ ദ റിയാക്ഷൻസ് ആർ വെരി വിഗറസ് ആയിട്ടുള്ള, കാരണം അവർ അത്രയും ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. NH2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളാണ്, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. സോ അവരുടെ റിയാക്ഷൻ വിഗറസ് റിയാക്ഷൻ ആയിരിക്കും. നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ള ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ തന്നെ ഫസ്റ്റ് പഠിക്കാനുള്ളത് ബ്രോമിനേഷൻ ആണ്. സോ നമ്മൾ ആരെ എടുക്കുന്നു? അനിലിനെ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ ബ്രോമിനെ ആഡ് ചെയ്യുന്നു. വിഗറസ് റിയാക്ഷൻ ആണ്. NH2 എന്ന് പറയുന്നത് ഓർത്തോ പാരാ ഡയറക്ഷൻ ആണ്. സോ വിഗറസ് റിയാക്ഷൻ നടന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? 2,4,6 ട്രൈബ്രോമോ അനിലീൻ. എന്താണ്? 2,4,6 ട്രൈബ്രോമോ അനിലീനെ നമുക്ക് കിട്ടുന്നു. 2,4,6 ട്രൈബ്രോമോ അനിലീനെ. നോക്കിക്കേ, ബ്രോമിനേഷൻ. Aniline react with bromine water at room temperature to give a white precipitate of 2,4,6 tribromo aniline. ഇതാണ് ആ റിയാക്ഷൻ. അനിലിൻ എടുക്കുന്നു, 3Br2 ആയിട്ട് നമ്മൾ ചേർക്കുന്നു ബ്രോമിൻ വാട്ടർ. അവിടെ എന്ത് വരുന്നു? ഓർത്തോയിലും പാരയിലും അടുത്ത ഓർത്തോയിലും വിഗറസ് ആയിട്ട് ആ റിയാക്ഷൻ നടക്കുകയാണ്. സോ റിയാക്ഷൻ മനസ്സിലായല്ലോ, ബ്രോമിനേഷൻ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, ഈ ഒരു ആക്ടിവേറ്റ് ഇങ്ങനെ പോവാണ്, വിഗറസ് റിയാക്ഷൻ ആണ്, ഇതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നോക്കിക്കേ, ഇൻ ഓർഡർ ടു പ്രിപ്പയർ പാരാബ്രോമോ അനിലീൻ, നമുക്ക് പാരാ പൊസിഷനിൽ മാത്രം മതിയെങ്കിൽ ഇതിന്റെ ആ ഒരു വിഗറസ് റിയാക്ഷനെ ഒന്ന് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ, ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റെഡ്യൂസ് ദ ആക്ടിവേറ്റിംഗ് പവർ ഓഫ് NH2. നമ്മൾ ആദ്യമേ ആരെ പെരുമാറണം? ആ NH2വിന്റെ ആ ഒരു ആക്ടിവേറ്റിംഗ് പവറിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം, അല്ലേ? സോ ഫസ്റ്റ് reduce the activating power of NH2 group by protecting it through acylation with acetyl chloride or acetic anhydride. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ റിയാക്ഷനെ അസൈലേഷന് വിധേയമാക്കണം. അതായത് അസൈൽ ക്ലോറൈഡുമായിട്ടോ അസറ്റിക് അൺഹൈഡ്രൈഡുമായിട്ടോ നമ്മൾ ട്രീറ്റ് ചെയ്യിക്കുന്നു. നോക്കിക്കേ, ആദ്യം നമ്മുടെ അനിലിനെ എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? അസറ്റിക് അൺഹൈഡ്രൈഡ് CH3CO2O ആയിട്ട് ഒരു ബേസിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആള് നോക്കിക്കേ, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അവിടെ എന്താണ്? ആ NH ഒരു H അങ്ങ് പോയിട്ട് ആ COCH3 അതിലേക്ക് കയറി വന്നു. ഒരു H പോകുന്നു, ആര് കയറി വന്നു? COCH3 കയറി വന്നു. അത്രേ ഉള്ളൂ. അതാണ് അസറ്റാനിലൈഡ്. ഓക്കെ ആണേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു വിഗറസ് റിയാക്ഷൻ ആണ്. ആ വിഗറസ് റിയാക്ഷനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? NH2വിന്റെ ആക്ടിവേറ്റിംഗ് എന്ന് റെഡ്യൂസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അസൈലേഷൻ ചെയ്യുന്നു. ആരെ ഉപയോഗിച്ച്? അസറ്റിക് അൺഹൈഡ്രൈഡ് അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ്. ഇവിടെ നമ്മൾ അസറ്റിക് അൺഹൈഡ്രൈഡ് യൂസ് ചെയ്യുന്നു. അപ്പം നമുക്കൊരു അസറ്റാനിലൈഡ് കിട്ടും. Then the resulting acetanilide is brominated by Br2 in acetic acid. അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? അസറ്റിക് ആസിഡ് ബ്രോമിനേറ്റ് ചെയ്യുന്നു, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പം നമുക്ക് ആദ്യം അതിനെ എന്ത് ചെയ്യുന്നു? Br2 അസറ്റിക് ആസിഡിന്റെ പ്രസൻസിൽ നമ്മൾ ബ്രോമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ വാട്ടർ അഡിഷൻ നടത്തുന്നു. വാട്ടർ അഡിഷൻ നടത്തുമ്പോഴത്തേക്ക് മാറി നമുക്ക് കിട്ടും, ആ ഗ്രൂപ്പ് അങ്ങ് മാറിയിട്ട് ഹൈഡ്രജൻ അതിലേക്ക് വരികയും NH2Br കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ പാരാബ്രോമോ അനിലിൻ. സെറ്റായേ ഓക്കെ അല്ലേ? സോ ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നോക്കിക്കേ, അപ്പോൾ നമുക്ക് പാരാബ്രോമോ അനിലീനെ കിട്ടുന്നു. സെറ്റാണേ? അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾ ബ്രോമിനേഷൻ മനസ്സിലായോ? NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്, പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. സോ വിഗറസ് റിയാക്ഷൻ നടക്കും. ആ വിഗറസ് റിയാക്ഷൻ നടക്കാതിരിക്കാൻ നമ്മൾ NH2നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അസൈലേഷൻ നടത്തുന്നു. അപ്പോൾ നമുക്ക് പാരാ പ്രൊഡക്റ്റ് കിട്ടുന്നു. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോക്കാം. നൈട്രേഷൻ ആണ്.
നമ്മൾ ഇതുപോലെ നൈട്രേഷൻ ചെയ്യുന്ന എന്തിന്റെ പ്രസൻസിലാണ്? HNO3യുടെയും H2SO4ന്റെയും പ്രസൻസിലാണ്. അവിടെ നമുക്ക് മിക്സ്ചർ ഓഫ് ഓർത്തോ പാരാ മെറ്റയുടെ ഒരു മിക്സ്ചർ ഓഫ് റിയാക്ഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പം നമ്മൾ അനിലീനെ എടുക്കുന്നു, നമ്മൾ നൈട്രേഷന് വിധേയമാക്കാണ്. നൈട്രേഷൻ ആരൊക്കെ എടുക്കും? നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3യും അതേപോലെ കോൺസെൻട്രേറ്റഡ് H2SO4നെ എടുക്കും അല്ലേ. അപ്പം നമുക്ക് കിട്ടുന്നത് എന്തിനെയാണ്? മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റുകളെയാണ് കിട്ടുന്നത്. അതായത് പാരാ പ്രൊഡക്റ്റും കിട്ടുന്നു, നമുക്ക് മെറ്റാ പ്രൊഡക്റ്റും കിട്ടുന്നു, ഓർത്തോ പ്രൊഡക്റ്റും കിട്ടുന്നു. നോക്കിക്കേ, NH2 ഓർത്തോ പൊസിഷനിൽ NO2 വരും, അടുത്ത NH2 മെറ്റാ പൊസിഷനിലും വരുന്നു, അടുത്ത പാരാ പൊസിഷനിലും NO2 വരുന്നു. നോക്കിക്കേ, അപ്പോൾ അവിടെ ഒരു മിക്സ്ചർ ഓഫ് നൈട്രോ അനിലീൻസിനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് നൈട്രേഷൻ ഓഫ് അനിലീൻ വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 gives a mixture of ortho, meta and para nitro anilines and some terry products നമുക്ക് കിട്ടും. സോ ഇങ്ങനെ ഒരു മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് നോക്കിക്കേ, ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. പക്ഷെ നമുക്ക് ആരെയും ഇവിടെ കിട്ടുന്നുണ്ട്? മെറ്റാ പ്രൊഡക്റ്റിനെയും ഒരു മെജോറിറ്റി നമുക്ക് മെറ്റാ പ്രൊഡക്റ്റിനെ അവിടെ കിട്ടുന്നുണ്ട്. ഒരു 47% നമുക്ക് മെറ്റാ പ്രൊഡക്റ്റിനെ അവിടെ കിട്ടുന്നുണ്ട്. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നോക്കിക്കേ, എ ലാർജ് എമൗണ്ട് ഓഫ് മെറ്റാ ഐസോമർ ഈസ് ഫോംഡ് ഈവൻ ദോ NH2 ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. NH2 ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെങ്കിലും അവിടെ ഒരു മെറ്റാ ഐസോമർ നമുക്ക് കിട്ടുന്നുണ്ട്. ദിസ് ഇസ് ബിക്കോസ് ഇൻ സ്ട്രോങ്ലി അസിഡിക് മീഡിയം അനിലീൻ ഈസ് പ്രോട്ടോണേറ്റഡ് ടു ഫോം അനിലീനിയം അയോൺ. അതായത് ആദ്യം ഇതിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് നമ്മൾ ഈ അനിലീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇത് ആദ്യം പ്രോട്ടണേറ്റഡ് ആയിട്ട് മാറും. സോ ഇവിടേക്ക് H+ ആഡ് ആകുന്നു, അത് NH3+ ഒരു അനിലീനിയം അയോൺ നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പോൾ ആ ഒരു അയോണിന്റെ ഫോർമേഷൻ കാരണമാണ്, അതെന്ന് വെച്ചാൽ അത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്കൊരു മെറ്റാ ഐസോമർ അത്രയും എമൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. റിയാക്ഷൻ നടക്കുന്നത് ഈവൻ ദോ ഇറ്റ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. അവർ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെങ്കിലും നമുക്കത് കിട്ടാൻ കാരണം ഇതുകൊണ്ടാണ്. ഓക്കെ ആണേ, സെറ്റായേ. സോ നൈട്രേഷനും കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മിക്സർ ഓഫ് പ്രൊഡക്റ്റിൽ നിന്ന് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ പാരാ പ്രൊഡക്റ്റ് തന്നെ നൈട്രേഷൻ വഴി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും അസറ്റൈലൈസേഷൻ ചെയ്യുന്നു. നോക്കിക്കേ, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പാരാ നൈട്രോ അനിലീൻ ദ NH2 ഗ്രൂപ്പ് ഈസ് ഫസ്റ്റ് ഡീആക്ടിവേറ്റഡ്. നമ്മൾ NH2 ഗ്രൂപ്പിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു അസറ്റൈലൈസേഷൻ വഴി. അപ്പോഴും നമുക്ക് ആരെ കിട്ടും? അസറ്റാനിലൈഡിനെ കിട്ടും. ദ അസറ്റാനിലൈഡ് ദസ് ഫോംഡ് ഈസ് നൈട്രേറ്റഡ് ബൈ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അതായത് ആദ്യം അനിലീനെ എടുക്കുന്നു, അനിലിനെ നമുക്ക് അസറ്റൈലൈസേഷന് വിധേയമാക്കുന്നു, നമുക്ക് NHCOCH3 ദാറ്റ് ഈസ് അസറ്റാനിൽ കിട്ടുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നൈട്രേഷന് വിധേയമാക്കാണ്, ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? പാരാ പൊസിഷനിൽ NO2 കിട്ടുന്നു, ദാറ്റ് ഈസ് പാരാ നൈട്രോ അസറ്റാനിലൈഡ് കിട്ടുന്നു. അതിലേക്ക് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് പാരാ നൈട്രോ അനിലീൻ പാരാ പ്രൊഡക്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. സെറ്റാണേ. സോ നൈട്രേഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നൈട്രേഷൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് നീങ്ങാൻ എങ്ങോട്ട്? സൾഫോണേഷൻ. സെയിം കേസ് തന്നെയാണ്. അനിലീൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഇവിടെ ആരുമായിട്ടാണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് കിട്ടുന്നു. അതിനെ നമ്മൾ ഫർദർ സൾഫ്യൂറിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. അതാണ് സൾഫാനിലിക് ആസിഡ് എന്ന് പറയുന്നത്, മേജർ പ്രോഡക്റ്റ്. സോ ഈ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് ആ സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാവും. അതൊന്ന് കേട്ടിരിക്കുക. സൾഫാനിലിക് ആസിഡ് കണ്ടൈൻസ് അസിഡിക് ബേസിക് ഗ്രൂപ്പുകൾ അതിൽ തന്നെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇവരെ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? സിറ്റർ അയോൺസ് എന്ന് വിളിക്കും. നിങ്ങൾ ഓൾറെഡി ബയോളജിയിൽ ഇതൊക്കെ ഇത് പഠിച്ചു കാണാം അല്ലേ? സിറ്റർ അയോൺസ് എന്ന് വിളിക്കും. നമുക്ക് ജസ്റ്റ് ആ റിയാക്ഷൻ ഒന്ന് കാണാം. നമ്മുടെ അനിലിൻ എടുക്കുന്നു, നമ്മൾ എന്താണ് ചെയ്യുന്നത്? H2SO4 ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് ആണ് കിട്ടുന്നത്. അതായത് NH3HSO4- എന്ന് ഇരിക്കും. പിന്നെ അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് NH2 ആയിട്ട് SO3H ഗ്രൂപ്പിങ് താഴെ വരും. അതാണ് സൾഫാനിലിക് ആസിഡ്.
എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ നടന്നിട്ട് ദാ ഇവിടെ NH3+ഉം ഇവിടെ SO3-ഉം, അതായത് അസിഡിക്കും ബേസിക്കും ഒരേ സ്ട്രക്ചർ തന്നെ വന്നിരിക്കുന്നു. ആ ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, സ്വിറ്റർ അയോൺ എന്ന് വിളിച്ചത്. നോക്കിക്കേ, sulfanic acid contains both acidic and basic groups and so it exists as internal salt called citrions. അപ്പോൾ ഇന്റേണൽ സോൾട്ട് സിട്രയോൺസ് നമുക്ക് കിട്ടുന്നത് ഏത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിലാണ്, സൾഫണേഷനിലാണ്. സോ ക്ലിയർ ആയോ, സൾഫണേഷൻ ഓക്കെ ആയോ, സൾഫണേഷൻ ക്ലിയർ ആയോ, സെറ്റ് ആയോ, ഓക്കെ അല്ലേ? ഓക്കെ. സോ നമുക്ക് ഇങ്ങനെ എത്ര കെമിക്കൽ റിയാക്ഷൻസ് ആയി, നമ്മൾ 7 എണ്ണമായി അല്ലേ, 7 എണ്ണമായി, ന്യൂക്ലിയോഫിലിക് ഉൾപ്പെടെ 7 എണ്ണമായി. അപ്പം ഓർത്ത് നോക്കിക്കേ എന്തൊക്കെയായിരുന്നു കെമിക്കൽ റിയാക്ഷൻസിൽ. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെമിക്കൽ റിയാക്ഷൻസ്. ആദ്യം നമ്മൾ ഏതാ പഠിച്ചേ, ബേസിസിറ്റി അല്ലേ, ബേസിസിറ്റി പഠിച്ചു. ബേസിസിറ്റി എങ്ങനെയാണ് പറയുന്നത്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്തിന് സഹായിക്കുന്നു, ആ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ബേസിസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, കാരണം ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ ആണ്, അപ്പോൾ ബേസിസിറ്റി കൂടും. നെക്സ്റ്റ് നമ്മൾ അസിഡിറ്റി പഠിച്ചു, അത് കമ്പയർ ചെയ്ത് കുറേ പ്രൈമറി സെക്കൻഡറി ടെർഷറി ഇൻ ദ കേസ് ഓഫ് ഗേഷ്യസും അതുപോലെ അക്വസ് സൊല്യൂഷനിലെയും പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീൻസിന്റെ ബേസിസിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ അസൈലേഷൻ പഠിച്ചു, അതിനുശേഷം ബെൻസോയിലേഷൻ പഠിച്ചു. ദെൻ നമ്മൾ കാർബിലമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഐസോസൈനൈഡ് ടെസ്റ്റ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് കണ്ടു. ദെൻ ഹിൻസ്ബർഗ് ടെസ്റ്റിൽ കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് വന്നു, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ നൈട്രേഷൻ നമ്മൾ കണ്ടു ആൻഡ് സൾഫണേഷൻ നമ്മൾ കണ്ടു. സെറ്റ് അല്ലേ, ബ്രോമിനേഷൻ കണ്ടു. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണ് എന്താണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് അതിൻ്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യാൻ എന്താണ് ചെയ്തത് അല്ലേ? പിന്നെ നമ്മൾ മിക്സർ ഓഫ് പ്രൊഡക്റ്റ് അല്ലേ, നൈട്രേഷൻ പഠിച്ചപ്പോൾ നമുക്കൊരു മിക്സർ ഓഫ് പ്രൊഡക്റ്റ് കിട്ടുന്നു. അവിടെ എന്തുകൊണ്ടാണ് ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണെങ്കിൽ പോലും മെറ്റാ ഐസോമർ കിട്ടുന്നതെന്ന് നമ്മൾ റീസൺ കണ്ടു. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാമെന്നേ കേട്ടോ. സോ ലാസ്റ്റ് നമ്മൾ സൾഫണേഷൻ. സോ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമീൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടി മാത്രമേ ഉള്ളൂ. അരോമാറ്റിക് ഡയസോണിയം സോൾട്ടുകൾ കൂടി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അമീൻസ് എന്ന ചാപ്റ്റർ നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു, സെറ്റായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ അത്ര മാത്രമേ പഠിക്കാവുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ അല്ലേ? കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമീൻസ്. ഫസ്റ്റ് നമ്മൾ നോമൻക്ലേച്ചർ ആൻഡ് സ്ട്രക്ചർ കണ്ടു, ദെൻ പ്രിപ്പറേഷൻ കണ്ടു, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടു, ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. സെറ്റായി മനസ്സിലായെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോവാം, ലാസ്റ്റ് ടോപ്പിക്കിൽ, അമീൻസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. So we are moving to the next and last section, aromatic diazonium salt. അരോമാറ്റിക് ഡയസോണിയം സോൾട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഇവിടെ നമ്മൾ പ്രൈമറി അരോമാറ്റിക് അമീൻസിനെ ഡയസോണിയം സോൾട്ടുകളാക്കി മാറ്റുന്നു. പ്രൈമറി അരോമാറ്റിക് അമീൻസിനെ ഡയസോണിയം സോൾട്ടുകളാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്. സോ എന്ത് വെച്ചിട്ടാണ്, എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈമറി അരോമാറ്റിക് അമീൻസിനെ നമ്മൾ ഡയസോണിയം സോൾട്ടുകളാക്കി മാറ്റാൻ പോകുന്നത്? പ്രൈമറി അരോമാറ്റിക് അമീനിനെ നമ്മൾ NaNO2 at 0 to 5 degree Celsius ഒരു ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ആരാക്കി മാറ്റുന്നു? ഡയസോണിയം സോൾട്ട് ആക്കി മാറ്റുന്നു. ഡയസോണിയം സോൾട്ട് ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ഡയസോണിയം സോൾട്ട് ആക്കി മാറ്റുന്നു. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഡയസോണിയം സോൾട്ട്, ബെൻസീൻ ഡയസോണിയം സോൾട്ട്. അവിടെ ആര് കയറുന്നു? H2 പോയിട്ട് അവിടെ ആ ഒരു ഹാലജൻ ഏതാണോ അത് കയറി വരുന്നു. ഇപ്പോൾ Cl ആണെങ്കിൽ നമുക്ക് എന്താണ്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടിയെന്നെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡയസോണിയം സോൾട്ടുകളെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇനി ഡയസോണിയം സോൾട്ടുകളുടെ റിയാക്ഷനിൽ ആദ്യത്തെ റിയാക്ഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയ്മഡ് റിയാക്ഷൻ ആണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ. നിങ്ങൾ ഡെഫിനിഷനെ കാട്ടി നിങ്ങളുടെ ആ റിയാക്ഷൻ മാത്രം നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. നമ്മൾ ആരെ എടുക്കുന്നു? ആദ്യം നമ്മുടെ ഡയസോണിയം സോൾട്ടിനെ എടുക്കുന്നു. ഡയസോണിയം സോൾട്ടിലേക്ക് നമ്മൾ Cu2Cl2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഡയസോണിയം സോൾട്ടിലേക്ക് നമ്മൾ Cu2Cl2 ഇൻ പ്രസൻസ് ഓഫ് HCl ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ക്ലോറോബെൻസീനെ കിട്ടുന്നു. ഇനി നമ്മൾ ഡയസോണിയം സോൾട്ടിലേക്ക് Cu2Br2 ഇൻ പ്രസൻസ് ഓഫ് HBr ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടുന്നു? നമുക്ക് ബ്രോമോബെൻസീനെ കിട്ടുന്നു. ഇനി നമ്മൾ CuCnനെയാണ് നമ്മൾ KCnന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആരെ കിട്ടും? സയാനോബെൻസീനെ നമുക്ക് കിട്ടുന്നു. CN ബെൻസീൻ എങ്കിൽ CN ഗ്രൂപ്പ്, സയാനോബെൻസീനെ നമുക്ക് കിട്ടുന്നു. ഓക്കെ,
ഓക്കെ, സയാനോബെൻസീനെ നമുക്ക് കിട്ടുന്നു. സെറ്റല്ലേ? ഓക്കെ, അതാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ. എന്തിന്റെ? ആ റിയേജന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. Cu2 Cl2 ഇൻ പ്രസൻസ് ഓഫ് HCl, അല്ലെങ്കിൽ Cu2 Br2 ആയാൽ നമുക്ക് ബ്രോമോബെൻസീനെ കിട്ടും. ഇനി CuCl ഇൻ പ്രസൻസ് ഓഫ് ACN ആണെങ്കിൽ നമുക്ക് സയാനോബെൻസീനെ കിട്ടും. ഇനി ഇതേപോലൊരു റിയാക്ഷൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഗട്ടർമാൻ റിയാക്ഷൻ. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ നിങ്ങളുടെ ഓൾഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഗട്ടർമാൻ റിയാക്ഷൻ? സെയിം നമ്മുടെ ബെൻസീൻ ഡൈസോണിയം സോൾട്ടിനെ നമ്മൾ എടുക്കുന്നു. നമ്മൾ കോപ്പർ പൗഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ Cu ഇൻ പ്രസൻസ് ഓഫ് HCl, കോപ്പർ പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും നമുക്ക് ക്ലോറോബെൻസീനെ കിട്ടും. ക്ലോറോബെൻസീൻ. ഇനി നമ്മൾ Cu പൗഡർ, കോപ്പർ പൗഡറിന് HBr യൂസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? നമുക്ക് ബ്രോമോബെൻസീനെ കിട്ടുന്നു. ബ്രോമോബെൻസീനെ കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? സോ നമ്മൾ ഗട്ടർമാൻ റിയാക്ഷനിൽ കോപ്പർ പൗഡർ, ഇവിടെ നമ്മുടെ സാൻ മേയേഴ്സ് റിയാക്ഷനിൽ നമ്മൾ എന്താ യൂസ് ചെയ്തേ? സാൻ മേയേഴ്സ് റിയാക്ഷനിൽ നമ്മൾ Cu2 Cl2 ഇൻ പ്രസൻസ് ഓഫ് HCl, അവിടെ നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്? Cu2 Cl2 ഇൻ HCl, ക്ലോറോബെൻസീൻ കിടക്കുന്നു, ബ്രോമോബെൻസീൻ കിട്ടുന്നു, സയാനോബെൻസീൻ കിട്ടുന്നു. അപ്പൊ നമ്മൾ സാൻ മേയേഴ്സ് റിയാക്ഷൻ ആണോ ഗട്ടർമാൻ റിയാക്ഷൻ ആണോ കൂടുതൽ പ്രിഫർ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് സാൻ മേയേഴ്സ് റിയാക്ഷൻ ആണ്. കാരണം ഇവിടെ കൂടുതൽ ഈൽഡ് നമുക്ക് കിട്ടുന്നു, മോർ ഈൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നു. സോ നമ്മൾ സാൻ മേയേഴ്സ് റിയാക്ഷൻ ആണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്തത് ഗട്ടർമാൻ റിയാക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ റിയാക്ഷൻ ആ ഒരു സെന്റൻസ് പഠിക്കുന്നതിനെക്കാട്ടിയും ആ ഒരു റിയാക്ഷൻസ്, പ്രോഡക്റ്റ്, റിയാക്റ്റന്റ് ഏതൊക്കെയാണെന്നും റിയേജന്റ് ഏതാണ് യൂസ് ചെയ്യുന്നതെന്നും മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? സോ സാൻ മേയേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ബാക്കിയുള്ള റിയാക്ഷൻ, അതായത് നമ്മുടെ ബെൻസീൻ ഡയസോഡിയം സോൾട്ടുകളുടെ ബാക്കിയുള്ള റിയാക്ഷൻ, ബെൻസീൻ ഡയസോഡിയം സോൾട്ട് പൊട്ടാസ്യം അയഡൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് അയഡോബെൻസീൻ കിട്ടുന്നു. അതേ ബെൻസീൻ ഡയസോഡിയം സോൾട്ട് നമ്മൾ ഫ്ലൂറോബോറിക് ആസിഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, HBFO ആയിട്ട് റിയാക്ട് ചെയ്യുന്ന നമുക്ക് ഫ്ലൂറോബെൻസീൻ കിട്ടുന്നു. ഇനി നമ്മൾ അതേ ഫ്ലൂറോബോറിക് ആസിഡും അതുപോലെ NaNO2 Cuന്റെയും പ്രസൻസിൽ ഹീറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് നൈട്രോബെൻസീൻ കിട്ടും. ഇനി വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീനോളിനെ കിട്ടുന്നു. ഈ ഫീനോളിന്റെ ഒക്കെ റിയേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫീനോൾ കിട്ടുന്നു. അടുത്ത നമ്മൾ ഫോസ്ഫിനിക് ആസിഡ് H3PO4ഉമായിട്ടും HCH3CH2OHുമായിട്ടും ട്രീറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടുന്നു? ബെൻസീനെയും കിട്ടുന്നു. ഇവിടെ നിന്ന് ബെൻസീൻ ഡയസോണിയം സോൾട്ടിൽ നിന്ന് നമുക്ക് ബെൻസീനെ കിട്ടും. ഇതെല്ലാം എന്തിന്റെ റിയാക്ഷൻസ് ആണ്? ഒറ്റ സ്ലൈഡിൽ ഈ ഡയസോണിയം സോൾട്ടിന്റെ എല്ലാ റിയാക്ഷൻസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സെറ്റല്ലേ? ഈ ഒറ്റ സൈഡിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെറ്റല്ലേ? സോ ബെൻസീൻ ഡയസോണിയം സോൾട്ടിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു? NaNO2 and HX. ഓക്കെ, ഇതിന് അതിന്റെ ബെൻസീൻ ഡയസോണിയം സോൾട്ടിന്റെ പ്രധാനപ്പെട്ട രണ്ട് നെയ്മഡ് റിയാക്ഷൻ സാൻ മേയേഴ്സ് റിയാക്ഷൻ ആൻഡ് ഗട്ടർമാൻ റിയാക്ഷൻ, ആൻഡ് അവരുടെ ബാക്കി എല്ലാ റിയാക്ഷനും ഇതിലുണ്ട്. സെറ്റ് ആണേ? ഓക്കെ ആണേ? ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഈ ലാസ്റ്റ് ഒരു റിയാക്ഷനും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് കപ്ലിംഗ് റിയാക്ഷൻ. കപ്ലിംഗ് റിയാക്ഷനും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. കപ്ലിംഗ് റിയാക്ഷൻ ഒരു പാടുമില്ല, ഈ ഒരു റിയാക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. നോക്കിക്കേ, നമ്മൾ ആദ്യം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ എടുക്കുന്നു. അതായത് ഓക്കെ, സോറി, അപ്പം തലയില ഇങ്ങോട്ട് ഇത് കാണിക്കാം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ചരിച്ചൊന്ന് വരച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആ N2X ഇല്ലേ, ഇങ്ങനെ വരച്ചിട്ടില്ലേ, നമ്മുടെ N2Xനെ ഒന്ന് ചരിച്ച് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നതേ ഉള്ളൂ. നോക്കിക്കേ, N2 ഇവിടെ എക്സിന് പകരം നമ്മൾ ഹാലജനെ എടുത്തിരിക്കുന്നു, ക്ലോറിനെ എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലോട്ട് നമ്മൾ ഫീനോളിനെ ആഡ് ചെയ്യാണ്. ഫീനോളിനെ നമ്മൾ ചരിച്ചു, പ്ലസ് ഫീനോളിനെ നമ്മൾ ചരിച്ചൊന്ന് വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ആഡ് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു? ഇവിടെയുള്ള ഏതാണോ നമ്മൾ ഹാലജൻ എടുക്കുന്നത് ആ ഹാലജനും ഇവിടുത്തെ ഹൈഡ്രജനും കൂടെ അങ്ങ് പോകും. ബാക്കി അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. നോക്കിക്കേ, ഇവിടുത്തെ Cl പോയി ഈ HCl പോവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ കൂടെ ഇതിങ്ങ് ചേർന്ന് വരും. അപ്പൊ എങ്ങനെ വരും? നമുക്ക് പാരാഹൈഡ്രോക്സി അസോബെൻസീൻ കിട്ടും. എന്താണ്? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഡബിൾ ബോണ്ട് ആകും കേട്ടോ. പാരാഹൈഡ്രോക്സി അസോബെൻസീൻ നമുക്ക് കിട്ടുന്നു. ഇനി നമ്മൾ ഫീനോളിന് പകരം അനിലീൻ എടുക്കുന്നു. അനിലീൻ ഇതേപോലെ നമ്മൾ ചരിച്ചെന്ന് വെച്ചാൽ മതി. അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക്, ഇതേ ആളിലേക്ക് നമ്മൾ അനിലീനെ എടുക്കുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? ആ ക്ലോറിനും ഹൈഡ്രജനും അങ്ങ് പോകും. ബാക്കി എന്ത് നമുക്ക് കിട്ടും? പാരാ അമിനോ അസോബെൻസീൻ കിട്ടും. സോ നമുക്ക് അസോബെൻസീൻ ആണ് ഇവിടെ കിട്ടുന്നത്. അസോ പ്രോഡക്റ്റുകൾ നോക്കിക്കേ. Coupling reaction when benzene disonium chloride is treated with phenol or aniline, the para position of phenol or aniline is coupled with the disonium salt. പാരാ പൊസിഷൻ, ഫീനോളിന്റെയോ അനിലീന്റെയോ ആ പാരാ പൊസിഷൻ എന്തുമായിട്ട് കപ്പിൾ ചെയ്യുന്നു? ഇസ് കപ്പിൾഡ് വിത്ത് ദ ഡയസോണിയം സോൾട്ടുമായിട്ട് കപ്പിൾ ചെയ്ത്
പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ അല്ലെങ്കിൽ പാരാ അമിനോ അസോബെൻസീൻ കിട്ടുന്നു. ഫീനോൾ ആണെങ്കിൽ നമുക്ക് പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ കിട്ടും. നമ്മൾ അനിലീൻ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പാരാ അമിനോ അസോബെൻസീൻ കിട്ടും. സോ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് നോൺ ആസ് കപ്ലിംഗ് റിയാക്ഷൻ. ഇങ്ങനെയുള്ള റിയാക്ഷനുകളെയാണ് എന്ത് വിളിക്കുന്നത്? കപ്ലിംഗ് റിയാക്ഷൻ. ഇതിനെന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾക്ക് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയേ? ഇത്രയും കാര്യങ്ങളായപ്പോൾ നമ്മൾ അമീൻസ് എന്ന ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ കപ്ലിംഗ് റിയാക്ഷൻ കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലാസ്റ്റ് ഇപ്പോൾ അരോമാറ്റിക് ഡയസോണിയം സോൾട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതിന്റെ പ്രിപ്പറേഷൻ, അവരുടെ മെയിൻ 2 നെയ്മഡ് റിയാക്ഷൻ ആൻഡ് ദെൻ അവരുടെ മറ്റ് റിയാക്ഷൻ ഒറ്റ സ്ലൈഡിൽ നമ്മൾ പഠിച്ചു. ആൻഡ് കപ്ലിംഗ് റിയാക്ഷൻ എന്താണ്? അസോ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നു അല്ലേ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണെങ്കിൽ പാരാഹൈഡ്രോക്സി അസോബെൻസീൻ, നമ്മൾ ഫിനോളുമായിട്ട് ചേർത്തുമ്പോൾ ആര് കിട്ടും? പാരാഹൈഡ്രോക്സി അസോബെൻസീനെ കിട്ടും. ഇനി നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ തന്നെ അനിലീനെ ചേർക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടും? പാരാ അമിനോ അസോബെൻസീനെ കിട്ടും. സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? സോ ഇതാണ് കപ്ലിംഗ് റിയാക്ഷൻ. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ടൈപ്പ് റിയാക്ഷൻസിനെ നമ്മൾ കപ്പിൾഡ് റിയാക്ഷൻ എന്ന് പറയുന്ന കാരണം ട്രീറ്റ് ചെയ്യുമ്പോൾ പാരാ പൊസിഷൻ ഓഫ് ഫിനോൾ ഓർ അനിലിൻ ഇസ് കപ്പിൾഡ് വിത്ത് ദ ഡയസോണിയം സോൾട്ട്. ഫിനോളിന്റെയോ അനിലിന്റെയോ പാരാ പൊസിഷൻ ആ ഡയസോണിയം സോൾട്ടുമായിട്ട് കപ്പിൾഡ് ചെയ്ത് വരുന്നു. സോ കപ്ലിംഗ് റിയാക്ഷൻ. സെറ്റ് അല്ലേ? സോ ഇത്രയും ഉള്ളൂ അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് മുതൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? നമുക്ക് പ്രിപ്പറേഷൻ തുടർന്നെടുത്ത് നോക്കാം അല്ലേ? പ്രിപ്പറേഷൻ നോക്കിക്കേ. നൈട്രോ കോമ്പൗണ്ട്സ്, ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ് നമുക്ക് ഓക്കെയാണ്. നമ്മൾ എന്താണ്? ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു, നമുക്ക് അമീൻസിനെ കിട്ടുന്നു. സെക്കൻഡ് നമ്മൾ പ്രിപ്പറേഷൻ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നൈട്രൈലുകൾ, ദാറ്റ് മീൻസ് CH3CN. നമ്മൾ എല്ലാ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് ആരെ കിട്ടുന്നു? പ്രൈമറി അമീനെ കിട്ടുന്നു. അതായത് നമ്മൾ എടുക്കുന്നതിന് കിട്ടും ഒരു കാർബൺ മോർ ദാൻ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും. സ്റ്റാർട്ടർ കോമ്പൗണ്ടിൽ നിന്നും ഒരു കാർബൺ കൂടുതലുള്ള ആളെ ആയിരിക്കും നമുക്ക് അമീൻസിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ മൂന്നാമത്തെ പ്രിപ്പറേഷൻ എന്തായിരുന്നു? അമൈഡ്സ്, റിഡക്ഷൻ ഓഫ് അമൈഡ്സ്. നാലാമത്തത് അമോണോളിസിസ് ആയിരുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായതാണ് അമോണോളിസിസ് ഒക്കെ. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെയ്മഡ് റിയാക്ഷൻ ആണ് ഗബ്രിയൽ ടാലിമൈഡ് സിന്തസിസ്. അവിടെ നമ്മൾ ടാലിമൈഡിനെ എടുക്കുന്നു, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുന്നു, നമുക്ക് പൊട്ടാസ്യം സോൾട്ട് ഓഫ് താലിമൈഡ് കിട്ടും. അതിലെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ NaOH ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ONA തിരിച്ചു കയറുന്നു, അങ്ങനെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും, പ്ലസ് പ്രൈമറി അമീൻ കിട്ടും. സെറ്റ് അല്ലേ? ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ. ആൻഡ് ദെൻ ഹോഫ്മാൻ ബ്രോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. എന്താണ്? നമ്മുടെ അമൈഡിലേക്ക് നമ്മൾ ബ്രോമിനെ ആഡ് ചെയ്യുന്നു, നമുക്ക് കരയെ കിട്ടുന്നു, നമുക്ക് പ്രൈമറി അമീനെ കിട്ടുന്നു. സെറ്റാണ്. സോ അത് റിയാക്ഷനും പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് പഠിച്ച എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ സോലുബിലിറ്റിയും ആൻഡ് ദെൻ സോലുബിലിറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോയിലിംഗ് പോയിന്റും പഠിച്ചു. ബോയിലിംഗ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാണ് വരുന്നത്? ടെറിഷറിക്ക് എന്താണ്? ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്, കാരണം ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ ഇല്ല, ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ. സെറ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ കയറിയപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ബേസിസിറ്റി. സോ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ ആണ് അല്ലേ? സോ നോക്കിക്കേ, ഇവിടെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എടുത്ത് നോക്കിയപ്പോൾ പ്രൈമറിയുടെ കേസിൽ നമുക്കറിയാം CH3NH2, അവിടെ ഒരു R ഗ്രൂപ്പേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു CH3 ഗ്രൂപ്പേ ഉള്ളൂ. ഈ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ? സോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ബേസിസിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം മുന്നേ ഉള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അസിഡിറ്റിയുടെ കേസിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അസിഡിറ്റിയെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, DD. സോ ബേസിറ്റിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പഠിക്കാം. സോ CH3 ഗ്രൂപ്പ് പ്രൈമറിയുടെ കേസിൽ ഒന്നേ ഉള്ളൂ, സോ അവിടെ കുറവായിരിക്കും. ദെൻ സെക്കൻഡറി വരുമ്പോൾ അവിടെ കൂടുന്നു, സോ അവിടെ ബേസിറ്റിയും കൂടും. ആൻഡ് ടെറിഷറിക്ക് ഏറ്റവും കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ഇൻ ദ കേസസ് ഓഫ് ഗ്യാഷ്യസ് ഫേസിൽ മാത്രമേ ഉള്ളൂ. ഇനി അക്വസ് സൊല്യൂഷൻ ആകുമ്പോൾ ഇത് മാറുന്നു. അവിടെ നമ്മൾ 2 പേരുടെ കാര്യം മാത്രം പഠിച്ചാൽ മതി, മീഥൈൽ അമീൻ ആൻഡ് ഈഥൈൽ അമീൻ. സെറ്റ് അല്ലേ? മീഥൈൽ അമീൻ ആയിക്കോട്ടെ, ഈഥൈൽ അമീൻ ആയിക്കോട്ടെ, സെക്കൻഡറിക്ക് ആയിരിക്കും ഫസ്റ്റ് പൊസിഷൻ. ദെൻ മീഥൈൽ അമീൻ ആണെങ്കിൽ നമ്മൾ ട്രിക്ക് പഠിച്ചു, പ്രൈമറി വരുന്നു. ദെൻ ഈഥൈൽ അമീൻ ആണെങ്കിൽ ടെറിഷറി വരും. സെറ്റ് അല്ലേ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പഠിച്ചത് അറൈൽ അമീൻ ആൻഡ് അമോണിയ നമ്മൾ പഠിച്ചു. ഇവിടെ എന്താണ്? ഇലക്ട്രോൺസ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലെസ് അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. സോ കമ്പാരിറ്റീവ്ലി അനിലിനെക്കാട്ടിയും ബേസിറ്റി കൂടുതൽ അമോണിക്കായിരിക്കും. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്താ സംഭവിച്ചേ? ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് വന്നിരുന്നെങ്കിൽ ഇത് തിരിഞ്ഞേനെ അല്ലേ? CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബേസിസിറ്റി സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലേ? സോ CH3 ഗ്രൂപ്പ് വന്നെങ്കിൽ ബേസിറ്റി ഇവർക്ക് കൂടിയേനെ. ഇവിടെ NO2 ഗ്രൂപ്പാണ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, നേരെ തിരിയുന്നു. ഓക്കെ ആണേ? സെറ്റ് ആണേ?
ഓക്കെ, ദെൻ നമ്മൾ അസൈലേഷൻ പഠിച്ചു, ആലിഫാറ്റിക് എറോമാറ്റിക് പ്രൈമറി അമീൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആസിഡ് ക്ലോറൈഡുമായിട്ടോ അൺഹൈഡ്രൈഡുകളുമായിട്ടോ എസ്റ്റേഴ്സുമായിട്ടോ ഒരു ബേസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യിക്കുന്നു, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈൻസിനെ കിട്ടുന്നു. ആ റിയാക്ഷനെയാണ് നമ്മൾ അസൈലേഷൻ എന്ന് വിളിച്ചു. സെയിം ആണ് ബെൻസോയിലേഷനും. നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻസ്, ദാറ്റ് ഈസ് കാർബൈൽ അമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റ് നമ്മൾ പഠിച്ചു. അത് പ്രൈമറി അമീൻസ് മാത്രമേ അവിടെ ടെസ്റ്റ് തരത്തുള്ളൂ. സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസ് ഡു നോട്ട് ഗിവ് ദിസ് റിയാക്ഷൻ. അതിനുള്ള റീസണും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇവിടെ എന്താണ് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു H2 ഇല്ല സെക്കൻഡറിയുടെയും ടെർഷറിയുടെയും കേസിൽ. ആൻഡ് നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് നമുക്ക് ആൽക്കഹോൾ തരുന്നു. ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഏതായിരുന്നു ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറയുന്നത്? ഹിൻസ്ബർഗ് റിയേജന്റ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് C6H5SO2Cl. എന്താണ് അതിന്റെ പ്രത്യേകത? അത് ടെർഷറി ആണോ സെക്കൻഡറി ആണോ പ്രൈമറി ആണോ എന്ന് കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദാറ്റ് ഈസ് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരു വൈറ്റ് പെർസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും, ടെർഷറി ആ റിയാക്ഷൻ തരില്ല. ഇനി പ്രൈമറിയിൽ വൈറ്റ് പെർസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ആ വൈറ്റ് പെർസിപ്പിറ്റേറ്റിലേക്ക് നമ്മൾ NaOH ആഡ് ചെയ്യുമ്പോൾ പ്രൈമറി ആണെങ്കിൽ ആ NaOH എന്താകും? സൊല്യൂബിൾ ആകും. ഈ സെക്കൻഡറി ആണെങ്കിൽ അത് ഇൻസോല്യൂബിൾ ആകും. അതിനുള്ള റീസണും നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വന്നിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൽ ഫസ്റ്റ് പഠിച്ചത് ബ്രോമിനേഷൻ ആണ്. സോ NH2 എന്ന് പറയുന്നത് ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്, പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. സോ ഒരു വിഗറസ് റിയാക്ഷൻ നടക്കുന്നു, നമുക്ക് 2,4,6 ട്രൈബ്രോമോ അനിലീനെ കിട്ടുന്നു. ആൻഡ് അതിൻ്റെ ഒരു എന്താണ് വിഗറസ് റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അസറ്റൈലേഷൻ ചെയ്യുന്നു. അസറ്റൈലേഷൻ ചെയ്ത് നമുക്ക് പാരാബ്രോമോ അനിലീനെ കിട്ടുന്നു. സോ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ പഠിച്ചത് നൈട്രേഷൻ ആണ്. അവിടെ ഒരു മിക്സ്ചർ ഓഫ് ഓർത്തോ മെറ്റാ ആൻഡ് പാരാ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെങ്കിലും നമുക്ക് ആ മെറ്റാ ഗ്രൂപ്പ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ദിസ് അനിലീനിയം അയോൺ ആയിരുന്നു. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെയും ആ ഒരു ആക്ടിവേറ്റിംഗ് പവർ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ അസറ്റൈലേഷൻ ചെയ്യുന്നു, നമുക്ക് പാരാ നൈട്രോ അനിലീനെ കിട്ടുന്നു. ഓക്കെ അല്ലേ? സോ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സൾഫണേഷൻ. സൾഫണേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ആ കോൺസെൻട്രേറ്റ് H2SO4 വെച്ച് ഇതേപോലെ ട്രീറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് നമുക്ക് ഒരേ സ്ട്രക്ചറിൽ തന്നെ അസിഡിക് ഗ്രൂപ്പും ബേസിക് ഗ്രൂപ്പും വന്നു. സോ നമ്മൾ അവരെ സിട്രയോൺസ് എന്നൊക്കെ വിളിച്ച് അല്ലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു അരോമാറ്റിക് ഡയസോണിയം സോൾട്ടിനെ പറ്റി പഠിച്ചത്. എങ്ങനെയാണ് നമുക്ക് അരോമാറ്റിക് ഡയസോണിയം സോൾട്ട് കിട്ടി? അവരുടെ മെയിൻ റിയാക്ഷൻ സൺമേയേഴ്സ് റിയാക്ഷൻ ആൻഡ് ഗട്ടർമാൻ റിയാക്ഷൻ, ഫർദർ അവരുടെ റിയാക്ഷൻ എല്ലാം നമ്മൾ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ കപ്ലിംഗ് റിയാക്ഷൻസും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. കാരണം നമ്മൾ കണ്ടന്റ് പഠിച്ചതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ, നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുള്ള ജസ്റ്റ് പ്രീവിയസ് നോക്കാം. നിങ്ങൾക്ക് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക. മെയിനായിട്ടും നിങ്ങൾ നെയ്മഡ് റിയാക്ഷൻ ഒന്നും തന്നെ വിടാതെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ വൈറ്റ് precipitate is obtained when aniline react with bromine water at room temperature. The chemical name of the precipitate is. ഇത് കഴിഞ്ഞ 2020 ചോദിച്ച ഒരു ചോദ്യമാണ്. 2020 ചോദ്യമാണ്. സോ നോക്കിക്കേ, എ വൈറ്റ് precipitate is obtained when aniline react with bromine water at room temperature. The chemical name of the precipitate is. അതായത് അനിലീൻ എന്ത് ചെയ്യുന്നു? ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഒരു വൈറ്റ് precipitate കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ precipitate-ന്റെ പേരെന്താണ്? ആ വൈറ്റ് precipitate-ന്റെ കെമിക്കൽ നെയിം എന്താണ്? നിങ്ങൾ ഇത് എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? യെസ്, നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഒന്ന് ബാക്കിലോട്ട് പോയ ടീച്ചർ ആ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരാം. സ്ലൈഡിൽ ടീച്ചർ കൃത്യമായിട്ട് നോട്ടിൽ പറഞ്ഞിരുന്നു. നോക്കിക്കേ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് പോവാണ്. സോ ആ സ്ലൈഡ് നോക്കിക്കേ. Aniline react with bromine water at room temperature to give a white precipitate of 2,4,6 tribromoaniline അല്ലേ? Aniline ബ്രോമിൻ വാട്ടറുമായിട്ട് റൂം ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യിക്കുന്നു, നമുക്കൊരു വൈറ്റ് precipitate കിട്ടുന്നു. എന്താണ് അതിന്റെ പേര്? 2,4,6 ട്രൈബ്രോമോ അനിലിൻ. സോ നമ്മുടെ ആൻസർ ആയില്ലേ? നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയില്ലേ? എന്താണ് നമ്മുടെ ആൻസർ? സോ എന്താണ് നമ്മുടെ ആൻസർ? നോക്കിക്കേ. നമ്മുടെ ആൻസർ 2,4,6 ട്രൈബ്രോമോ അനിലിൻ. 2,4,6
ട്രൈ ബ്രോമോ അനിലീൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആയില്ലേ? സോ ദ വൈറ്റ് precipitate is obtained when aniline react with bromine water at room temperature. The chemical name of the precipitate is 2,4,6 tribromo aniline. സെറ്റ് ആണേ? ഓക്കെ ആയില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മാത്രമേ അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളൂ. സോ എല്ലാ പോയിന്റും കവർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ദ ഹിൻസ്ബർഗ് റിയേജന്റ്? സെറ്റ് അല്ലേ? നമ്മൾ എത്ര തവണ അല്ലേ, കുറേ തവണ നമ്മൾ പറഞ്ഞു അല്ലേ, എന്തായിരുന്നു? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫണൈൽ chloride. Benzene sulfonyl chloride. And give the use of this reagent. എന്താ ഈ റിയേജന്റ് യൂസ്? എന്തിനാ നമ്മൾ ഹിൻസ്ബർഗ് ടെസ്റ്റ് ചെയ്തത്? യെസ്, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെപ്പറേഷന് വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് റിയേജന്റ്? എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു distinguish primary, secondary and tertiary amines. ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ എങ്ങനെയാണ് അവർ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്? യെസ്, പ്രൈമറി ആണെങ്കിൽ വൈറ്റ് precipitate തരും, അത് NaOH സൊല്യൂബിൾ ആണ്. സെക്കൻഡറി ആണെങ്കിലും വൈറ്റ് precipitate തരും, പക്ഷെ NaOH ആഡ് ചെയ്യുമ്പോൾ അവർ ഇൻസോലുബിൾ ആണ്. ഇനി ടെർഷറി അമീൻസ് ആണെങ്കിൽ എന്താ പ്രത്യേകത? അവര് റിയാക്ട് ചെയ്യില്ല. ടെർഷറി അമീൻസ് ആണെങ്കിൽ റിയാക്ട് ചെയ്യില്ല. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സോ arrange the following in the order, in the decreasing order of the basic strength. അല്ലേ, ബേസിസിറ്റി എന്ന ഭാഗം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ എക്സാംസിനും ചോദിക്കുന്ന കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസിക് സ്ട്രെങ്ത്. സോ ബേസിക് സ്ട്രെങ്ത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ബേസിസിറ്റി സപ്പോർട്ട് ചെയ്യും. സോ ഇവിടെ C6H5NH2, C2H5NH2, that is ethyl group അല്ലേ, C2H5 twice NH and NH3. അപ്പൊ സെക്കൻഡറി, അവിടെ പ്രൈമറി അമീൻ ഉണ്ട്, സെക്കൻഡറി അമീൻ ഉണ്ട്, ആൻഡ് അമോണിയ ഉണ്ട്, നമ്മുടെ അനിലീൻ തന്നിട്ടുണ്ട്. സോ ഇവരിലെ കമ്പയർ ചെയ്യണം. ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റി. ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലിൽ നിന്ന് കുറയുന്നതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യണം. ആ ഒരു ഡിക്രീസിങ് ഓർഡർ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവരിൽ ആർക്കായിരിക്കും ബേസിസിറ്റി ഏറ്റവും കുറവ്? ഇദ്ദേഹത്തിനായിരിക്കത്തില്ലേ, നമ്മുടെ C6H5NH2 അല്ലേ, ബേസിസിറ്റി കുറവായിരിക്കും. കാരണം എന്താ നമ്മൾ പഠിച്ചത്? ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അപ്പൊ ലെസ് അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. നെക്സ്റ്റ് C2H5NH2 ആണോ പിന്നെ NH3 ആണോ വരുന്നത്? യെസ്, അമോണിയ ആണ് അല്ലേ. അമോണിയ വെച്ച് കമ്പാരിസൺ നമ്മൾ പറഞ്ഞതാണ്. അമോണിയയും അനിലീനും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങാണ്. സോ ലെസ് അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം അല്ലേ. സോ നെക്സ്റ്റ് ആര് വരും? അടുത്തത് ആര് വരും? ഇനി നമുക്ക് പ്രൈമറി അമീൻ ഉണ്ട്, സെക്കൻഡറി അമീൻ ഉണ്ട്. അടുത്ത ഉറപ്പായിട്ടും ആരാ വരിക? നമ്മുടെ പ്രൈമറി അമീൻ ആയിരിക്കും അല്ലേ. C2H5NH2. ആൻഡ് ലാസ്റ്റ് ബേസിസിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? യെസ്, C2H5 twice NH, that is our secondary amine. നമ്മുടെ സെക്കൻഡറി അമീൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. സെറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ് ആണ്. Then we can move to the next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് നമ്മുടെ എന്ത് ചോദിക്കും? എക്സ് ഏതാണ്, വൈ ഏതാണെന്നൊക്കെ ചോദിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് C6H5N2Cl. ഇദ്ദേഹത്തിന് പരിചയമില്ലേ? നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ്. അതിൽ നമ്മൾ എന്ത് ചേർക്കുന്നു? Cu ഇൻ പ്രസൻസ് ഓഫ് HCl നമ്മൾ ആഡ് ചെയ്യുന്നു. നമുക്ക് ആരെ കിട്ടും? ഇവിടെ Cl ആണ്. സോ CuHCl നമ്മൾ എടുത്തിരിക്കുന്നു. നമുക്ക് ആരെ കിട്ടും? ക്ലോറോ ബെൻസീനെ കിട്ടും അല്ലേ. നമ്മൾ ഗട്ടർമാൻ റിയാക്ഷൻ കണ്ടതല്ലേ, ലാസ്റ്റ് പഠിച്ചതല്ലേ. സോ നോക്കിക്കേ NaCl നമ്മൾ Cu ഇൻ പ്രസൻസ് ഓഫ് HCl ചേർക്കുന്നു. നമുക്ക് ആരെ കിട്ടി? നമുക്ക് ക്ലോറോ ബെൻസീനെ കിട്ടി. സോ സെറ്റ് ആയില്ലേ? മനസ്സിലായില്ലേ? സോ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? അവിടെ ക്ലോറോ ബെൻസീനെ കിട്ടും. നെക്സ്റ്റ് നമ്മൾ C6H5N2Cl ഹീറ്റ് ചെയ്യുന്നു. നമുക്ക് ആരെ കിട്ടുന്നു? നമുക്ക് ആരാണ് ഹീറ്റ് ചെയ്യാണ്? H2 ആണ് ആഡ് ചെയ്യുന്നത്. സോ ഏത് റിയാക്ഷൻ ആണ്? ഇതും ബെൻസീൻ ക്ലോറൈഡ്, ബെൻസീൻ ഡയസോണിയം സോൾട്ടിന്റെ റിയാക്ഷൻസ് ആണ്. അപ്പോൾ Y എന്ന് പറയുന്നത് ആരായിരിക്കും? ഫീനോൾ ആയിരിക്കും അല്ലേ. ഫീനോൾ ആയിരിക്കും. നമ്മൾ ആ റിയാക്ഷൻ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഇതാ നോക്കിക്കേ, ആ റിയാക്ഷനും കൂടെ ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വരാം അല്ലേ. നോക്കിക്കേ, ഈ സ്ലൈഡിൽ കിടപ്പുണ്ട്.
നോക്കിക്കേ, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് സാൾട്ടിലേക്ക് നമ്മൾ H2O ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാണ്? ഫീനോൾ. സോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഇതിലൊക്കെ ഉള്ളൂ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. സോ നോക്കിക്കേ, നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? എക്സ് എന്ന് പറയുന്നത് ഇവിടെ ക്ലോറോബെൻസീൻ ആണ്. എക്സ് എന്ന് പറയുന്നത് ക്ലോറോബെൻസീൻ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ എഴുതാം, ക്ലോറോബെൻസീൻ കിട്ടുന്നു. ഇനി വൈ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? വൈ എന്ന് പറയുന്നത് ഫീനോൾ ആണ്. വൈ എന്ന് പറഞ്ഞാൽ അത് ഫീനോൾ ആണ് അല്ലേ? ഫീനോൾ ആണ്. സോ വൈ എന്ന് പറഞ്ഞാൽ ഫീനോൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കാർബൈലമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസൈനൈഡ് റിയാക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്റ്റിങ്ക്വിഷ് ദ പ്രൈമറി അമീൻസ് അല്ലേ? പ്രൈമറി അമീൻസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചതാണ് കാർബൈലമീൻ റിയാക്ഷൻ. സെറ്റ് അല്ലേ? കാർബൈലമീൻ റിയാക്ഷൻ നോക്കിക്കേ, കാർബൈലമീൻ റിയാക്ഷൻ അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി അമീൻ ഓൺ ഹീറ്റിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ഫൗൾ സ്മെല്ലുള്ള ഐസോസൈനൈഡ് അല്ലെങ്കിൽ കാർബൈലമീൻ കിട്ടുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്റ്റിങ്ക്വിഷ് ദ പ്രൈമറി അമീൻസ് ആൻഡ് നോട്ട് ഗിവ് ബൈ ടെർഷറി ഓർ സെക്കൻഡറി അമീൻസ് ഈ ഒരു റിയാക്ഷൻ തരില്ല. സെറ്റ് ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഇവിടെ ഈ ചാപ്റ്റർ തീരെയാണ്. എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസ് മീൻസ് എന്തൊക്കെയാണ് ആവർത്തിച്ച് വരുന്നത്, നമ്മൾ പഠിച്ചതല്ലാതെ നമ്മുടെ സ്ലൈഡിൽ നിന്നുള്ളതല്ലാതെ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. സോ നിങ്ങൾ കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എല്ലാ റിയാക്ഷൻസും മനസ്സിലാക്കുക. നമ്മൾ ആദ്യം സ്ട്രക്ചർ പഠിച്ചല്ലേ? സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് പഠിച്ചു. പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ പഠിച്ചേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു. ദെൻ കെമിക്കൽ റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കെമിക്കൽ റിയാക്ഷൻസിൽ നമുക്ക് കുറച്ച് നെയ്മഡ് റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ പഠിച്ചതൊക്കെ തന്നെ നിങ്ങൾ ആരെയാണ് ആദ്യം എടുക്കുന്നത്, എന്താക്കി മാറ്റുന്നു, എന്തിനെയാണ് അവ മാറ്റാൻ വേണ്ടി എടുത്തത്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം സുഖമായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. നല്ലൊരു ചാപ്റ്ററാണ് നമ്മുടെ ഓർഗാനിക്കിലെ നല്ലൊരു ചാപ്റ്ററാണ്, ഒരു ചെറിയ ചാപ്റ്ററാണ് അമീൻസ് എന്ന് പറയുന്നത്. സോ എല്ലാ കാര്യങ്ങളും എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ കോൺസെപ്റ്റുകൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം, കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം അത് എനിക്കൊരു ക്വസ്റ്റ്യൻ, പല കുട്ടികളും എപ്പോഴും പറയുന്നതാണ് മിസ്സേ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത് അത് പറ്റുന്നില്ല, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കിത് ട്രൈ ചെയ്യാം, എനിക്കിത് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് നിങ്ങൾ അപ്പോൾ ഒന്ന് നോട്ട് മറിച്ച് നോക്കുക, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതപ്പോൾ ക്ലിയർ ചെയ്യുക. നിങ്ങളൊന്ന് ശ്രമിക്കുക, നിങ്ങളുടേതായിട്ടുള്ളൊരു ശ്രമം നിങ്ങൾ അവിടെ ഒന്ന് ഉണ്ടായാൽ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ? സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പഠന രീതി, ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ പഠന രീതിയായിരിക്കും അല്ലേ? ഇപ്പം എനിക്കുള്ള പഠന രീതി ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോളോ ചെയ്യുന്ന ആ ഒരു സ്റ്റഡി മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് അതിനെ കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. ആ ബൂസ്റ്റ് ചെയ്യാനാണല്ലോ നമ്മളിങ്ങനെയുള്ള ആനുവൽ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഒറ്റയടിക്ക് ചുരുക്കി എല്ലാ പോയിന്റുകളും നന്നായിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ വന്നിട്ടുള്ളൂ അല്ലേ? സോ അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും നിങ്ങൾ എഴുതി വൃത്തിക്ക് തന്നെ പഠിച്ചു പോവുക. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമീൻസ് എന്ന പാഠം നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക, പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സോ എല്ലാവർക്കും അടിപൊളിയായിട്ട് നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.